എല്ലാവർക്കും നമസ്കാരം. ആയുർവിസ്റ്റം മുന്നേ ഫൈനൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് എല്ലാവരും അറിഞ്ഞിരിക്കും വിചാരിക്കുന്നു. തേർഡ് ഇയേഴ്സ് കുട്ടികളും അവർ കുറച്ചുപേർ റിക്വസ്റ്റ് ചെയ്തിരുന്നു അവർക്കും ക്ലാസ് കിട്ടിയാൽ നല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് നമ്മൾ അഗതാന്തരം എക്സാം ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷന് ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ രാജലക്ഷ്മിയാണ് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊരു മുഖവര വേണം തോന്നുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് തുടങ്ങാം. കയറാം. ഡോക്ടർ, നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ ഓക്കെ കാണാമല്ലോ അല്ലേ ശ്രീ? ഹലോ, കാണാം. ഓക്കെ ഓക്കെ. വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ ആണ്. ഓക്കെ. സോ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. 9th-നാണ് നിങ്ങളുടെ എക്സാം. 2 days എക്സാം, ജസ്റ്റ് 2 days ആയിരിക്കും നമ്മൾ ആ സബ്ജക്ട്സിനെ കുറിച്ച് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അഗതാന്തരം എന്ന് പറയുമ്പം ആയുർവേദ പോർഷൻ എങ്ങനെയാണ്, 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ അഷ്ടാംഗ ഹൃദയത്തിൽ. അതുപോലെ തന്നെ ഫോറൻസിക് ആൻഡ് ടോക്സിക്കോളജി നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഫോറൻസിക് മെഡിസിൻ്റെ സബ്ജക്ട്സ് ആണ് ഡീൽ ചെയ്യുന്ന പാർട്ട് ബിയിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ. സോ ജസ്റ്റ് ഇപ്പം ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് നിങ്ങൾ മനഃപ്പാഠമാക്കി കാണും, എങ്കിൽ കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാതെ എങ്ങനെയാണെന്നുള്ളത്. അതായത് എക്സാം, ഇപ്പം നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത് ക്വസ്റ്റ്യൻ മോഡൽ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ടു ക്വസ്റ്റ്യൻസ് 10 മാർക്സിൻ്റെ കാണും, പിന്നെ 10 ക്വസ്റ്റ്യൻസ് 5 മാർക്സിൻ്റെയും 3 മാർക്സിൻ്റെ 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, കോഴ്സിൻ്റെ എക്സാമിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സിലബസിൽ നിന്നുള്ള ഓരോ പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, essay ആയിട്ട് ചോദിക്കാം, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ essay ക്വസ്റ്റ്യനിലാകുമ്പോൾ നമ്മളെങ്ങനെ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏതാണ്, ചതുർവിംശതി ഉപക്രമം, അങ്ങനെ essay എഴുതാൻ പറ്റുന്ന ടൈപ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. മോഡേണിലാകുമ്പോൾ എന്തായിരിക്കും, ആസ്ഫിക്സിയൽ ഡെത്ത്, അത് നമുക്ക് അത്രേ എഴുതാനുണ്ട്. ഓക്കെ. ആസ്ഫിക്സിയൽ ഡെത്ത്, ഓൾ immediate signs of death, such questions can be asked in what 10 mark questions. Okay. All other subjects, actually when we are going through these subjects, we can tell at what point, exam point is what, and how the questions are asked, and how can we write the answer. Okay. So first, mainly how many there are 15 points in the part B. Okay, these are the points: definition, then courts and legal procedures, personal identity, death and its medico-legal aspects, injuries, dealing with thermal injuries, then medico-legal aspects, dowry death, asphyxial death, like that. Okay, infanticide, sexual offences, forensic science laboratory, and there are 15 and certain acts. But not all these points are not important for the exam. As a starting, we can go through the definition of forensic medicine. That is, we know that it is the application of every branch of medical knowledge for the purpose of law. So, natural medical knowledge for the purpose of law we are using. That is included in the forensic medicine. Okay. And medical jurisprudence, what means? It means the legal aspects of medical practice. Mainly, it can be asked in viva, etc. Okay. Then concise history is another point. It won't be, I think that ഇതുവരെ ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഹിസ്റ്ററി ആയിട്ട് ഫോറൻസിക് മെഡിസിൻ്റെ കൺസൈസ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ വേൾഡിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, 1806 മുതൽ ഫോറൻസിക്കിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഡങ്കൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഫോറൻസിക് മെഡിസിൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ അതിന് സ്റ്റേറ്റ് മെഡിസിൻ എന്ന പേരും വന്നത് വേൾഡിൽ നിന്ന് കൺസിഡർ ചെയ്യാറുണ്ട്. ഇന്ത്യയിലാവുമ്പോൾ ആൻഷ്യൻ ഇന്ത്യയിൽ കൗടില്യാസ് അർത്ഥശാസ്ത്ര is mainly dealing with the forensic medicine. That is the reference in ancient India, and he mentioned about death tax, examination of suspected poisoning in the Kaudilya's Arthashastra. Okay. Then certain Vedas and the Charaka Samhita, Sushruta Samhita. Charaka mainly deals with the medical ethics, and Sushruta
We know that there are 8 chapters. That is in separate. Sthana is mentioned by the Sustra Samhita for Agadantra. And coming to the British India, the custodial death, then medical college, etc. gets started. And the most famous what India's contribution is the dactylography. Okay, 1858 dactylography was put forward by Sir William Herschel. Okay, that is the most contribution of India to the forensic medicine. This dactylography can be asked in short questions or 3-mark question or as a 5-mark question. Okay. Then post India, the forensic medicine is included in our syllabus. Okay. In post independent India, it can be included in the syllabus. This is about the concise history. So when a question is asked, just that is if essay like question, you want to just write its introduction, introduction part. Then subheadings you should write. If an example I tell that if a short question, 5-mark question is asked as artificial insemination. Okay. Then you want to write it, what is that? Artificial insemination is what? Then how many types are there? In what all conditions or indications of artificial insemination can be indicated and how it is done. Okay. Such subheadings can be given and you should write that in your paper. So how it is writing, not only the thing, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ കുറച്ചേ അറിയുള്ളെങ്കിലും ആ സബ്ജക്റ്റ് കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും നോക്കണം. ഓക്കെ. Then IPC means Indian Penal Code. Acts like sometimes NDPS Act, Transplantation of Human Act, then what like that may be asked. So you just go through that, how many total chapters are there in this act and in the year of commencement of that act. Okay, this Indian Penal Code is Act number 45 of 1860. And there are total 23 chapters are there in the Indian Penal Code, and certain important IPC sections are we are studying. And you should, if any question is asked like this, that is IPC, mentioning about IPC, then you should write this. And the IPCs you know, like what definition of injury is explained in section 44 IPC. Okay, then rape, section 375 IPC. Such examples also you can write in if an IPC, that is explained about IPC, is asked. Okay, so there are total 23 chapters, and first one always introduction, then second one general explanation, and chapter 3 is dealing with the punishments, okay, of the in IPC. Then IEA means what? Indian Evidence Act. It also consists of part 1, part 2 and part 3, and total 11 chapters are there in this Indian Evidence Act. Okay, this is the Act number 1 of 1872. So IPC 1860 and Indian Evidence Act 1872. Okay. So these are the important points. This only exam point of view. If any question is asked about Indian Evidence Act, you just write this Act number 1 of 1872. Then it consists of what? Part 1, part 2 and part 3. Total 11 chapters are there. Okay. Then Criminal Procedure Code, CRPC sections are also coming in the forensic medicine. The Criminal Procedure Code is acted in 1973, but it is commenced in 1974. That is Act number 2 of 1974, and there are total 37 chapters are there in the CRPC. Then this is an important question. Sometimes it may be asked in 10-mark questions or 5-mark questions. Legal procedures and courts. This I think that എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണിത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സിലബസ് കവർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പോകുന്നതാണ് ഇൻക്വസ്റ്റ്. ടൈപ്സ് ഓഫ് ഇൻക്വസ്റ്റ് അറിയാം. ഇൻക്വസ്റ്റ് An inquest is a legal inquiry into the circumstances and cause of death in cases of sudden, suspicious or unnatural death. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ലീഗൽ എൻക്വയറി ചെയ്യുന്നതാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഡെത്ത്, അൺനാച്ചുറൽ കേസ് ഓഫ് ഡെത്തിലാണ് എന്ത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, an inquest is a legal inquiry into the circumstances and cause of death in cases of sudden, suspicious or unnatural death. That is important point. In unnatural death or suspicious or sudden death, we are putting forward, or the inquest report is created. An inquest, okay, it is an inquiry.
There are 4 types already know: police inquest, magistrate inquest, coroner's inquest, medical examination system. From this also, a question may be asked like, that is police inquest. Explain the procedure of police inquest. What is police inquest and explain its procedure. Okay. So it may be asked in 5 mark questions, and short questions can be also asked from this, like magistrate inquest or explain about coroner's inquest. But it is not available in India now. Okay, so police inquest, it is dealing with the CRPC section is important in police inquest 174. Okay, CRPC 174 is dealing with the police inquest. It is the commonest type of inquiry done. Okay, this is the commonest type of inquiry, and it is conducted by who? A police officer, not below the rank of senior head constable. It is conducted. The conducting person is important. Police officer, not below the rank of senior head constable. Then procedure. Okay, procedure means what? On receipt information, we know that if anybody came to ആരെങ്കിലും ഒരാൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയുന്നു, ഇവിടെ ഒരാൾ ഇങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് ഓഫീസർ ഫസ്റ്റ് തന്നെ അത് മജിസ്ട്രേറ്റിനെ അറിയിക്കണം. മജിസ്ട്രേറ്റിനെ അറിയിച്ചതിന് ശേഷം പോലീസ് ആ ഡെത്ത് നടന്ന സ്ഥലത്തോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, on receipt of information about a death in his jurisdiction, police officer intimates the same to the nearest magistrate. Then proceed to the place of incident. After that, what? At that time, the police officer is known as the investigating officer. ആ സമയത്ത് പോലീസ് ഓഫീസറിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയും. Investigating officer, then what to do? 2 or more responsible citizens asked questions, that is for knowing about the circumstances of causing the death, he may choose 2 or more respectable citizens of the locality. മുതിർന്ന പേഴ്സൺസിനെ നമ്മൾ സെലക്ട് ചെയ്യും. പോലീസ് അവരെ നമ്മൾ എന്താ പറയുക? പഞ്ചാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ along with the panchas prepare the report. Okay, this investigating officer and the respectable citizens are chooses by the police officer for preparing the report, inquest report and circumstances relating to the death. Okay, then report should include what? In report, position of the body, how the body appears, and in what all sites the wounds are seen, and what may be the probable cause of death if it is analyzed. Okay, from that examination itself, the cause of death is analyzed. We can write it in the inquest report, or if we are not revealing the cause of death at that time, we should send the body to postmortem examination, autopsy. Okay, then at last the inquest report should be signed by investigating officer and the panchas. Okay, it is known as the inquest panchanama. So this inquest report at the end is known as the inquest panchanama. So this is the important one, police inquest and its procedure. You should remember about the CRPC section 174 and the procedure. You should keep in mind how it is taken and what is the position of the police officer who is doing this investigating inquest report. Okay, then next is the this is already told that magistrate inquest. Magistrate inquest actually conducts by an executive magistrate. There are several D's. You can remember it as magistrate inquest can be done in certain conditions like dowry death, death of convict in prison, ജയിലിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ, death of person in police custody, death of person as a result of police firing. Okay, death in psychiatric hospital. So certain then in case of exhumation, digging out of the body again. Okay, after the disposal. So this is the exhumation. In these cases, we want to conduct what magistrate inquest want to conduct. So you should remember about these and certain D's: dowry death, then death of convict in prison. Police related is also there, the conditions: prison, police custody, and in police firing cases death happens, we want to conduct a magistrate inquest, and in psychiatric hospital any death happens also magistrate inquest conducted. In case of exhumation also magistrate inquest can be done. Then coroner's inquest means what? Conducted by a coroner. Coroner, who is a coroner? Coroner is a person having medical and legal qualifications or a graduate in law. A law graduate or having medical and legal qualifications. Such persons are called as a coroner. Personally, actually it is not exist in India, and
This coroner's inquest also have the same power as a magistrate inquest. It may be not asked as a 3-mark question, so we can leave it. Okay. Police inquest is the important one. Then medical examiner system also, it is the most superior to all type of inquest. This is considered as the most superior type of inquest, medical examiner system. A type of inquest, it is also not prevalent in our country, India. Actually, this medical examiner should be a forensic pathologist. Okay. So, among this inquest definition is important, and the types of inquest, and the extra question we want to ask is that, maybe asked is that, what police inquest and its procedure only. Then coming to the evidence may be asked. Okay, evidence is dealing, its definition is dealing in Indian Evidence Act section 3, definition of evidence section 3. Then evidence all not deliver. Okay, അത് നമുക്കറിയാം. നമ്മളപ്പോൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ എന്ത് എഴുതണം? എവിഡൻസ് മീൻസ് ഓൾ ഇൻഫർമേഷൻ വിച്ച് ദ കോർട്ട് പെർമിറ്റ്സ്. ഓക്കെ, വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഇൻ റിലേഷൻ ടു മാറ്റേഴ്സ് ഓഫ് ഫാക്ട് അണ്ടർ എൻക്വയറി. നമ്മൾ ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ കിട്ടുന്നത്, അത് കോർട്ട് പെർമിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെയാണ് എന്ത് പറയുന്നത്? എവിഡൻസ് എന്ന് പറയുന്നത്. Evidence means all information which the court permits, which is helpful in relation to matters of fact under inquiry. Okay, definition section 3 of Indian Evidence Act. Then types like documentary evidence, oral evidence, circumstantial evidence are there. Okay, there are 3 types mainly: documentary, oral and circumstantial. Oral evidence is more superior because why? Cross examination can be done. Okay, we can ask certain leading questions to the patient, because orally we are direct evidence is obtaining. Okay, so oral evidence is the most superior evidence. There are 3 types: documentary, oral and circumstantial. This documentary evidence is produced in the form of documents. There are primary, secondary and judicial and non-judicial. Don't note it. IPC section only you should write the types: primary, secondary and judicial and non-judicial type. And this documentary evidence means what? Certain like medical certificate, medical legal reports and dying declaration, all these are coming in the documentary evidence. This medical certificates means all type of birth and death certificates can be included in the, then sickness certificate, like that can be included in the medical certificates, and only a registered medical practitioner can issue, and it is admissible in the court. Okay. In the case of death, if we are not knowing the correct cause of death, we must inform the police. Don't issue a certificate. Okay. Then do not buy any fee for issuing a death certificate. Okay. So medical certificate, medical legal reports and dying declarations are coming under the documentary evidence. Then its type: documentary evidence means evidence in the form of documents. What are its type? Judicial, non-judicial, like that. Okay. The previous slide, primary, secondary, that you want to write. Then what are included in the medical, that is what are included in the documentary evidence, like medical certificate, medical legal reports and dying declaration. Medical certificate covered. Then medical legal reports means what? Documents prepared by a medical officer in compliance with a written requisition issued by a magistrate or police officer. ഒരു ഓർഡർ നമുക്ക് വരുന്നു പോലീസ് ഓഫീസറിൻ്റെ അടുത്തുനിന്നോ മജിസ്ട്രേറ്റിൽ നിന്നോ പ്രിപ്പയർ ചെയ്യാനായിട്ട് മെഡിക്കോ ലീഗൽ, അത് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ മെഡിക്കോ ലീഗൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഇഞ്ചുറി, വൂണ്ട് സർട്ടിഫിക്കറ്റ് കേട്ടിട്ടുണ്ട്. മെക്കാനിക്കൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ഇഞ്ചുറീസിൽ വൂണ്ട് സർട്ടിഫിക്കറ്റിന്റെ ഫോം ഉണ്ട്. അപ്പം നമ്മൾ ആക്സിഡന്റൽ കേസിലൊക്കെ എന്താ പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് ഗവൺമെന്റ് മെഡിക്കൽ പ്രാക്ടീഷണറിന് മാത്രമേ നമുക്ക് വൂണ്ട് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ മെഡിക്കലും ലീഗലും ആസ്പെക്ട് ഉണ്ട്. ഓക്കെ. So medical legal reports includes injury, sexual offense in case of sexual offense, and in certain unnatural cases this death certificate is also included under the medical legal reports. Actually this medical legal report should be produced by a medical officer through his own observations, not by വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. മെഡിക്കൽ ഓഫീസറിന് only after analyzing the circumstances, എന്തെല്ലാമാണെന്ന് ചുറ്റുപാട് അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ട് മെഡിക്കൽ ഓഫീസർ തന്നെ കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ. These are the medico legal reports. So medico legal reports, actually main point you want to remember is that a written requisition issued by a magistrate or police officer is needed for preparing a medico legal report by the medical officer. Okay.
and examples of in what all cases we can write this medical legal report or produce this medical legal reports is injury, accidental injury, sexual offense, death. Next is the dying declaration. It is also included in documentary evidence. Dying declaration. Dying declaration is a statement, whether it is written or oral, and made by a person who is on the verge of dying as a result of unnatural causes. Okay. So it is produced by a person on the verge of dying. മരിക്കാൻ പോകുന്ന ഒരു പേഴ്സൺ ആണ് റിട്ടേൺ ആയിട്ട് പറ്റുവാണെങ്കിൽ റിട്ടേൺ ആയിട്ട് അല്ലെ പറഞ്ഞു കൊടുത്തിട്ട് മെഡിക്കൽ ഓഫീസറിന് നമുക്ക് റിട്ടേൺ ആയിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഡൈയിങ് ഡിക്ലറേഷൻ. എ സ്റ്റേറ്റ്മെന്റ് വെദർ റിട്ടേൺ ഓർ ഓറൽ made by a person who is on the verge of dying as a result of unnatural causes. So, dying declaration third 3 marks question ആയിട്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? അതിന്റെ ഡെഫിനേഷൻ എഴുതും. അത് ഏതിലാണ് വരുന്നത്? ഡോക്യുമെന്ററി എവിഡൻസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡൈയിങ് ഡിക്ലറേഷൻ. ഓക്കെ, then its features like what? Cause of imminent death. We can reveal the cause of imminent death, immediate death, and it is admissible in the court also. This dying declaration is admissible in court, and it provides a useful information to obtain justice, because at the time of death, in the verge of dying, but only truth may be expelled out from the mouth. Okay, under such circumstances we can tell that we can obtain the justice from a dying declaration. Accused cannot make a dying declaration, only victim. Okay, dying declaration is only accused and victim is there in a crime. So accused cannot make, only the dying patient, victim can make the dying declaration. And this dying declaration has the same value as that of a statement made on oath. In a court procedure, we are taking oath. Okay, and this statement, that statement made on this dying declaration has also the same value as the statement made on oath. Not corroborative evidence means if the dying declaration is made and after that the declarant lies for some days, it may be taken as a corroborative evidence. Okay, so dying declaration ചെയ്തിട്ട് പേഷ്യന്റ് ആ പേഴ്സൺ 2-3 ദിവസത്തേക്ക് കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ഡൈയിങ് ഡിക്ലറേഷൻ എടുത്ത ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്താ കൊറോബറേറ്റീവ് എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ആ ടേം ആണ് കൊറോബറേറ്റീവ് എവിഡൻസ്. ഈ സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? കൊറോബറേറ്റീവ് എവിഡൻസ് എന്ന് പറയുന്നത്. ഡൈയിങ് ഡിക്ലറേഷൻ എടുത്തതിന് ശേഷം ആ പേഴ്സൺ 2-3 ദിവസം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ എവിഡൻസിനെ നമ്മൾ കൊറോബറേറ്റീവ് എവിഡൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, then dying deposition. This greater value than the dying declaration. Greater value ആണ് dying deposition. എന്തുകൊണ്ടാ? ഇവിടെ അക്യൂസ്ഡിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് ക്രോസ് എക്സാമിനെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അക്യൂസ്ഡ് ഹാസ് given the opportunity to cross examine the declarant, so that it is more valuable than dying declaration. This is the term dying deposition. So actually here the magistrate want to record this dying deposition. In case of dying declaration, medical officer presence of magistrate is needed, but medical officer only just inform the magistrate, and medical officer can write or even the person can write the dying declaration. But in case of dying deposition, only magistrate can record it. Okay, and presence of accused is there, but it is not prevalent in India. So greater value than dying declaration is for dying deposition. Then oral evidence means what? It is dealing with the section 59 of Indian Evidence Act. What is tell orally or verbally? What is the evidence obtained? That is termed as the oral evidence. It refers to evidence which is tendered verbally, and it must be direct. Okay, that is, it must be directly seeing or directly hearing. From all senses, if it is seeing the evidence obtained directly, it is called as a direct evidence, or oral evidence is a direct evidence. Okay, refers to a fact which can be seen, heard or perceived. It must be the evidence of the actual witness. Evidence is the oral evidence. Okay, സാക്ഷികൾ പറയുന്നത് നേരിട്ട് കണ്ട ഒരു സാക്ഷി പറയുന്നു ഇങ്ങനെയാണ് സംഭവിച്ചത് അവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓറൽ എവിഡൻസ് ആണ്. ഇൻ ഓൾ സിറ്റുവേഷൻസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ്. ചില സിറ്റുവേഷൻസിൽ ഇത് ഡയറക്റ്റ് ആകണമെന്നില്ല ഓറൽ എവിഡൻസ്. ഓക്കെ, എക്സെപ്ഷൻസ്. ഡൈയിങ് ഡിക്ലറേഷനിൽ ഡയറക്റ്റ് അയാൾ അല്ലല്ലോ നമ്മൾ എവിഡൻസ് എടുക്കുന്നത്. ഇപ്പം മരിക്കുന്ന ആൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആരാ? മെഡിക്കൽ ഓഫീസർ മരിക്കുന്ന ആൾ എന്താണോ പറയുന്നത് അതാണ് എഴുതിയെടുക്കുന്നത്. ആ കേസിൽ എന്താ? ഡയറക്റ്റ് ആകണമെന്നില്ല ഓറൽ എവിഡൻസ്. ഓക്കെ, പിന്നെ
a certain chemical examiner's report. Two examples you remember. Chemical examiner's report, if we are sending the viscera or something like that for in suspected poisoning cases, നമ്മൾ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡയറക്റ്റ് കെമിക്കൽ എക്സാമിനർ ആണ് നമുക്ക് റിപ്പോർട്ട് തരുന്നത് നോക്കിയിട്ട് ആ എവിഡൻസ് നോക്കിയിട്ട്. അപ്പോൾ അതും ഡയറക്റ്റ് എവിഡൻസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് എ ഓറൽ എവിഡൻസ്. ഓക്കെ. So oral evidence is superior to the documentary evidence because it can be subjected to cross examination. Why it is superior? Oral evidence is superior because it can be subjected to the cross examination. Okay. Then hearsay evidence, the classification of evidence can be told as oral, documentary and hearsay evidence. Okay. Then hearsay evidence means actually it is not permissible in the court. We can see that example. Okay. Because witness cannot be cross, സാക്ഷികളെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, ക്രോസ് എക്സാമിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് അത് കോർട്ടിൽ പെർമിസിബിൾ അല്ലാത്തത് ഹിയർസേ എവിഡൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ എ സീൻ ബി ഷൂട്ടിംഗ് എക്സ് വിത്ത് എ റിവോൾവർ. ഓക്കെ. ബട്ട് ഇഫ് എ ഈസ് സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് എവിഡൻസ്. ബട്ട് ഇഫ് എ ഗോട്ട് ദിസ് ഇൻഫർമേഷൻ ഫ്രം ഇസഡ്, നമുക്ക് ഇത് വേറെ ആളിൽ നിന്നാണ് കിട്ടുന്നത്, ഇന്ന ആൾ ഇന്നാളെ കൊല്ലുന്നതെന്ന് കിട്ടുന്നത് എങ്കിൽ അതിനെ എന്തായിരിക്കും? ഹിയർസേ എവിഡൻസ് എന്നാണ് പറയുന്നത്. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് മീൻസ് വാട്ട്? എവിഡൻസ് ഒബ്റ്റെയിൻ ഫ്രം ദ സസ്പീഷ്യസ് സർക്കംസ്റ്റൻസസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിഡൻസിനെയാണ്. നമ്മളൊരു ക്രൈം നടന്നു, അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ ആ സർക്കംസ്റ്റൻസസിൽ നിന്ന് ഒരാളെ എസ്കേപ്പ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അയാളിൽ ഒരു സംശയം വരത്തില്ല. അങ്ങനെ വരുന്ന എവിഡൻസിനെയാണ് എന്ത് പറയുന്നത്? സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. എക്സാമ്പിൾ, സഡൻ ഡിസപ്പിയറൻസ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് സസ്പെക്ടഡ് ടു ബി ദ ക്രിമിനൽ. അങ്ങനെ അയാളെ എസ്കേപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അയാളാണ് ക്രിമിനൽ എന്നുള്ളൊരു സസ്പെക്ടേഷൻ വരും നമുക്ക്. ഓക്കെ. സോ സച്ച് എവിഡൻസ് ഈസ് ക്ലാസിഫൈഡ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. Then types of witnesses also can be asked in 3 mark or 5 mark question. So witness and the sakshi. Witness is a person who gives sworn testimony in a court of law as regards facts and inferences that can be drawn therefrom. So from a witness we can derive some more inferences about the crime scene, or facts can be evolved from the witness. Okay. സാക്ഷികളിൽ നിന്ന് നമുക്ക് എന്താ മൊഴി എടുത്തിട്ടില്ലേ കോർട്ട് പ്രൊസീജിയർ, അങ്ങനെ എടുക്കുന്ന ഇതിനെയാണ് സാക്ഷികളെയാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഹു ഗീവ്സ് ഓൺ ടെസ്റ്റിമണി ഇൻ എ കോർട്ട് ഓഫ് ലോ ആസ് റിഗാർഡ്സ് ഫാക്ട്സിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ കോർട്ടിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ. ക്രൈം സീനിലോ അല്ലെങ്കിൽ അയാൾ കണ്ട കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള പേഴ്സണെയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. കോമൺ ഓർ ഓർഡിനറി വിറ്റ്നസ്, എക്സ്പെർട്ട് വിറ്റ്നസ് ആൻഡ് ഹോസ്റ്റൈൽ വിറ്റ്നസ്. 3 types of witness are there: common, expert and hostile witness. Common means what? only എന്താണോ കാണുന്നത് അത് മാത്രം പറയുക. അയാളെ ഇന്ന ആളെ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലുന്നത് കണ്ടു. ജസ്റ്റ് ഈസ് ദാറ്റ് സീയിങ് വാട്ട് ആൻഡ് ഹി ഈസ് expelling that only. Okay, telling that only. One who testifies only to the facts observed by him. Only he the common intelligence and knowledge is not common intelligence and knowledge ഉണ്ടായാൽ മതി അയാൾക്ക്. പക്ഷെ അയാൾ എന്താ? he is not capable of drawing conclusions from the facts observed by him. അയാൾ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഇന്നത് കൊണ്ടായിരിക്കും, അയാൾ ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്നൊന്നും നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല ഈ കോമൺ ഓർ ഓർഡിനറി വിറ്റ്നസിന്, സാക്ഷികൾക്ക്. ഓക്കെ. സോ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 118 എക്സ്പ്ലെയിൻസ് ദ കോമ്പീറ്റൻസ് ഓഫ് വിറ്റ്നസ്. ഓക്കെ. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ 118. The common witness just gives the evidence what he sees. He cannot draw conclusions. Expert witness means what? He is skilled in scientific and technical and professional matters and capable of drawing inferences. That is example. Best example is a doctor who conducts an autopsy. Autopsy ചെയ്തതിനു ശേഷം ഡോക്ടർ നമ്മൾ ഓട്ടോപ്സി സർജൻ എന്ത് ചെയ്യുന്നു? ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. ഇതെല്ലാം കണ്ടിട്ട് എക്സാമിനേഷൻ ചെയ്തതിനു ശേഷം കൺക്ലൂഷനിൽ എത്താൻ കഴിയും അങ്ങനെയുള്ള ആൾക്ക്. അപ്പോൾ സയന്റിഫിക്കും ടെക്നിക്കലും പ്രൊഫഷണൽ മാറ്റേഴ്സിലും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ഡ്രോയിങ് ഇൻഫറൻസ് ഒരു അനലൈസിസിൽ എത്തിച്ചേരാൻ, കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സാക്ഷികളെയാണ് എന്ത് പറയുന്നത്? എക്സ്പെർട്ട് വിറ്റ്നസിന് എക്സാമ്പിൾ ആണ് അപ്പോൾ ആര്? ഡോക്ടർ. ഓക്കെ. Hostile witness means what? Witness who have an interest for concealing the truth or giving false evidence. തെറ്റായ തെളിവ് കൊടുക്കുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറയുന്നത്. വിറ്റ്നസ് who have an interest for concealing the truth. ശരി, സത്യത്തെ മറച്ചു വെച്ചിട്ട് ഫോൾസ് എവിഡൻസ് കൊടുക്കും. കോമൺ, ഈ നേരത്തെ പറഞ്ഞ കോമൺ ഓർ എക്സ്പെർട്ട് വിറ്റ്നസ് മേ ടേൺ ഹോസ്റ്റൈൽ വിറ്റ്നസ് ആയിട്ട് മാറാം. കോമൺ ഓർ എക്സ്പെർട്ട് വിറ്റ്നസ്. ഓക്കെ.
സോ ഈ ഹോസ്റ്റൈൽ വിറ്റ്നസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോർട്ട് പ്രൊസീജിയറിൽ നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ കോർട്ട് പ്രൊസീജിയറിൽ ഹോസ്റ്റൈൽ വിറ്റ്നസിന്റെ അടുത്ത് നമുക്ക് എന്താ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും ചീഫ് എക്സാമിനേഷനിൽ പോലും. കോർട്ട് പ്രൊസീജിയർ നെക്സ്റ്റ് ഇതിൽ വരുന്നുണ്ട്. സോ കോഡ്സ് ആൻഡ് ദെയർ പവർ, സിവിൽ കോഡ്, ക്രിമിനൽ കോഡ്സ് ഓൾറെഡി നോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. സിവിൽ കോഡ് ഉണ്ട്, ക്രിമിനൽ കോഡ് ഉണ്ട്. ക്രിമിനൽ കോഡ്സ് 4 ടൈപ്സ്: സുപ്രീം കോർട്ട്, ഹൈ കോർട്ട്, സെഷൻസ് കോർട്ട് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്. ഓക്കെ, Supreme Court highest one, and High Court is the highest for state. Sessions Court what highest for the district. Okay, then other types is Magistrate Court, 3 types: Chief Judicial, First Class Judicial, and Second Class Judicial Magistrate. This may be also asked because courts and their powers may be asked. Okay, so the classification you want to write, and what is the imprisonment power of the court. That is, High Court may try and pass any sentence, and Sessions Court only the opinion or confirmation by the High Court only they can pass the death sentence. Sessions Court. Then Magistrate Courts like Chief Judicial Magistrate, imprisonment up to 7 years is the most superior one among the Magistrate Courts, and unlimited fine is there. And First Class Judicial Magistrate, imprisonment up to 3 years and up to 10,000 fine. And Second Class Judicial Magistrate up to 1 year and up to 5,000 fine. Okay. So courts and their powers, Magistrate Court is again classified into 3 types, and mainly total 4 courts are there. Okay. Then procedure of calling a one question I seen in the question paper, that procedure of calling a witness to a court. Okay, that can be asked in 3 mark or 5 mark question. So it is known as what? Summons or subpoena. Okay, summons or subpoena. Sub means what? Under, and poena means penalty. Okay, so document. It is a document commenting the attendance of a witness in a court of law under penalty. അതായത് സാക്ഷികളെ കോടതിയിലോട്ട് വിളിപ്പിക്കുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? സമൻസ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് കമാൻഡിംഗ് ദ അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ഇൻ എ കോർട്ട് ഓഫ് ലോ അണ്ടർ പെനാൽറ്റി. ഓക്കെ, ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ഇൻ റൈറ്റിംഗ് സൈൻ ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ. സോ കോർട്ടിലുള്ള പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ് നമ്മൾ സാക്ഷികൾക്ക് കൊടുക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ. ദിസ് പ്രൊസീജിയർ ഈസ് കോൾഡ് ആസ് ദി സമൻസ്. Served on witness. Witness കൊടുക്കുന്ന ആരാ? By a police officer of the court or person specifically authorized for the purpose. പോലീസ് ഓഫീസറിന് കൊണ്ട് കൊടുക്കാം. കോർട്ട് പറയുന്ന പോലീസ് ഓഫീസർ ഇത് സാക്ഷികൾക്ക് കൊണ്ട് കൊടുക്കുക ഈ ഡോക്യുമെന്റ്. നമ്മൾ ആ ഡോക്യുമെന്റുമായിട്ട് കറക്റ്റ് സമയത്ത് എന്താണോ കോർട്ടിൽ ചെല്ലാൻ പറയുന്ന അന്ന് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും? പെനാൽറ്റി കാണും. ഓക്കെ, പ്രൊസീജിയർ ഓഫ് കോളിംഗ് എ വിറ്റ്നസ് ടു എ കോർട്ട്. സോ issue duplicate. Two copies want to be produced in that case. If witness avoid the summons, it is a guilty of contempt of the court. നമ്മൾ ചെന്നില്ലെങ്കിൽ അത് എന്താ? ഗിൽറ്റി ആണ് കോർട്ടിന്റെ അണ്ടറിൽ. ഓക്കെ, വാറണ്ട് ഓഫ് അറസ്റ്റ് ചെയ്യാനുള്ള ഗിൽറ്റ് ആണ് അവിടെ വരുന്നത്. പെനാൽറ്റി ഫോർ നോൺ കോംപ്ലൈ. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ? വാറണ്ട് ഓഫ് അറസ്റ്റ് ആണ്. കമ്പൽസറി അപ്പിയറൻസ് ബിഫോർ ദ കോർട്ട് അറ്റ് ദ ടൈം ഓഫ് സമൻസ്. 2 കേസിൽ നിന്നും വന്നു സമൻസ് വിളിച്ചു. ഇപ്പോൾ ഒരു സിവിൽ കേസും ഉണ്ട്, ക്രിമിനൽ കേസും ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പോകേണ്ട ഇതിലായിരിക്കും? ക്രിമിനൽ കേസിലാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ കോർട്ട് വിളിച്ച സ്ഥലത്തോട്ട് വേണം നമ്മൾ പോകാൻ. ഓക്കെ, ഇഫ് വിക്ടിം ഈസ് സമ്മൻസ്ഡ് ബൈ 2 courts, ഹൈ കോർട്ട്സ് ഹാവ് ടു ബി, തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, then conduct money should be asked in as a 3 mark question. Given only in civil cases മാത്രമേ നമ്മൾ കണ്ടക്ട് മണി കൊടുക്കുള്ളൂ. ആർക്കാണ് കൊടുക്കുന്നത്? മെഡിക്കൽ ഓഫീസറിനാണ് കൊടുക്കുന്നത്. യൂഷ്വലി പെയ്ഡ് മണി ടു മീറ്റ് ഹിസ് ട്രാവലിംഗ് എക്സ്പെൻസസിന് വേണ്ടിയുള്ള മണി കൊടുക്കുന്നു. ഫ്രം ഹിസ് പ്ലേസ് ഓഫ് റെസിഡൻസ് ടു ദ കോർട്ടിലേക്ക് എത്തിച്ചേരാനുള്ളതും തിരിച്ചു പോകുന്നുള്ളത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? കണ്ടക്ട് മണി. സോ സിവിൽ കേസസിൽ മെഡിക്കൽ ഓഫീസറിന് കൊടുക്കുന്നത് ട്രാവലിംഗ് എക്സ്പെൻസസിന് വേണ്ടി, ഫ്രം ഹിസ് പ്ലേസ് ടു കോർട്ട് ആൻഡ് ബാക്ക്. ദിസ് ഈസ് കോൾഡ് ആസ് ദ കണ്ടക്ട് മണി. അറ്റ് ദ ടൈം ഓഫ് സമൻസ് ആണ് ഇത് കൊടുക്കുന്നത്, സെർവ്ഡ് ഓൺ ഹിം. ഓക്കെ, then procedure in court, there are 4 procedures: oath, examination in chief, cross examination and re-examination. These are the 4 procedures in court. First of all, oath should be taken. Then a term you have heard, that perjury, that is willful utterance of falsehood, IPC section 191. തെറ്റായ കാര്യം നമ്മൾ ഓത്തെടുത്തതിന് ശേഷം പറയുന്നു, അതിനെയാണ് ഇത് പറയുന്നത് perjury, willful utterance of falsehood. Is dealing with the IPC section 191 and punishable under the section 193 IPC. Okay, examination in chief, നമ്മൾ ആരാണോ വിളിച്ചത് അവരെ ക്രോസ് എക്സാമിൻ ചെയ്യുന്നത് അക്യൂസ്ഡിന്റെ ആൾക്കാരായിരിക്കും, വിക്ടിമിന്റെ ആൾക്കാരാണ്. ആളുടെ
ഒരു അഡ്വക്കേറ്റ് ആണ് എക്സാമിനേഷൻ ഇൻ ചീഫ് കണ്ടക്ട് ചെയ്യുന്നത്. ഗവൺമെന്റ് പ്രോസിക്യൂഷൻ കേസിലാണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് എക്സാമിനേഷൻ ചീഫ് ചെയ്യുന്നത്. ഈ കേസിൽ ഈ പ്രൊസീജിയറിൽ എക്സാമിനേഷൻ ഇൻ ചീഫിൽ എന്താ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് അലൗഡ് അല്ല. നേരത്തെ പറഞ്ഞു ഹോസ്റ്റൈൽ വിറ്റ്നസിലാണെങ്കിൽ എന്ത് ചെയ്യാം, അലൗഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ക്രോസ് എക്സാമിനേഷനിലാണെങ്കിൽ ഈ എക്സാമിനേഷൻ ഇൻ ചീഫ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്രോസ് എക്സാമിനേഷൻ. ഓക്കെ, അതിലെന്താണ് എക്സാമിനേഷൻ ഓഫ് ദി വിറ്റ്നസ് ബൈ ദ കൗൺസിൽ, ഓപ്പോസിറ്റ് പാർട്ടിയുടെ അഡ്വക്കേറ്റ് ആണ് ചെയ്യുന്നത്. ലീഡിംഗ് ക്വസ്റ്റ്യൻസ് അലൗഡ് ആണ് ക്രോസ് എക്സാമിനേഷനിൽ. ഓക്കെ, ദെൻ റീ എക്സാമിനേഷനിൽ എന്താ കണ്ടക്ടഡ് ബൈ ദ കൗൺസിൽ, ചീഫ് എക്സാമിനേഷൻ ചീഫ് കണ്ടക്ട് ചെയ്ത അതേ അഡ്വക്കേറ്റ് തന്നെയാണ് റീ എക്സാമിനേഷൻ ചെയ്യുന്നത്. ഇപ്പം ഗവൺമെന്റ് കേസസിലാണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയായിരിക്കും റീ എക്സാമിനേഷൻ ചെയ്യുന്നത്. ഈ റീ എക്സാമിനേഷൻ എന്തിനാ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ക്ലിയർ ഡൗട്ട്സ് അറൗസ്ഡ് ഡ്യൂറിംഗ് ക്രോസ് എക്സാമിനേഷൻ ടൈംസിൽ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ റീ എക്സാമിനേഷൻ വെക്കുന്നത്. റീ എക്സാമിനേഷനിൽ വീണ്ടും എന്താ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് അലൗ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, then next, so this is about the legal procedures. Then moving to the personal identification is also an important chapter. Okay, identification important point or syllabus. It is dealing with other terms like forensic odontology dealing with the teeth, and forensic serology with the stains, blood stains like that, salivary stains, and DNA profiling is also there in the syllabus. So identification can be asked as a 10-mark questions. What are the identification features, or how can we identify? There are so many like age, sex, then race. From that also we can identify a person. So identification definition, such questions are asked as a 20-mark question. You want to write the definition, then types, and what are the general data we can be used for identifying a person. And such subheadings are added, and you should write that. Definition of identification means what? Means the determination of individuality of a person. Who is an individual person? That is, we want to determine. That is, identification means the determination of individuality of a person. And types like complete and partial is there. Complete means what? Absolute fixation or individuality of a person, and partial means only some facts about the identity can be derived. Okay. Complete and partial is their identification. So medico-legal aspects of identity. In forensic question, mainly the term, that is dactylography and its medico-legal aspects, or identification. Explain about identification and its medico-legal aspects are asked. Okay. So in civil courts, identification is required in cases like what? Marriage, pension, disputed sex, missing persons, or okay, impersonation, ആൾമാറാട്ടം, അങ്ങനെയുള്ള കേസുകളിൽ എന്താ ഐഡന്റിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് സിവിൽ കേസിൽ. ക്രിമിനൽ കോർട്സിലാണെങ്കിലോ ഇപ്പം അസൾട്ട്, റേപ്പ്, സെക്ഷൽ അസോൾട്ട്, റേപ്പ്, മർഡർ, ആ കേസിലൊക്കെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യണം അക്യൂസ്ഡിനെ. ഓക്കെ, സോ എ മെഡിക്കൽ പേഴ്സൺ ഈസ് മെയിൻലി കൺസേൺ വിത്ത് ദ ഐഡന്റിഫിക്കേഷൻ. ഫോറൻസിക് മെഡിക്കൽ പാത്തോളജിസ്റ്റ് എന്താ ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ഡെഡ് ബോഡി. ഓക്കെ, corpus delicti is a term body of offense or body of crime. Okay, corpus delicti is the term body of offense or body of crime. So identification in the living means handwriting, gait, from speech, photography, etc. In the case of living, we can identify. Fingerprints are taking in case of an Aadhaar card, etc. Dog prints are helpful. These prints are helpful both in living and dead persons. Okay. But like speech, gait, handwriting, etc. are helpful in the identification of living. And in the case of death, these are the general data for identification of a death. So this age, from the age, how we can identify. Then from sex, from stature. These are the from these three primary characters, how we can identify a dead body. Okay, from the secondary characters like race, religion, hair, scars, how we can identify a dead body. Then comparative data like comparison, anthropometry, dental patterns, all type of prints and superimposition techniques are included under the comparative data for identifying a dead body. Okay, this age, from the age what up to 14 years, dental examination can be done for identifying a dead body. Okay, so temporary we all know that 2102, permanent 2123. And mixed dentition, certain specific age is there for appearing the teeth. So mixed dentition can be seen in 6 to 12. The method you want to remember, which are the about 21 years of. In case of adults, the age estimation can be
obtained using the Gustafson method. That is, script is the term used, secondary dendine, cement apposition, root resorption, accretion, paradendesis, and translucency. So, Gustafson method, these are all are checking. So, this is in dead body also we can use this technique. Okay, age estimation of adults over 21 years. In case of dead bodies, we are conducting this test. Okay, Gustafson's method is used. After removing the teeth, we are looking for all these. Okay, secondary dendine, cement apposition, root resorption, like that features are looking. So, according to the medico legal, that is age. Age is a primary characters for identifying a dead body. So, what are the important medico legal cases like infanticide? In case of infanticide, that is greater than 7 months of death of a child greater than 7 months of intrauterine life is considered as infanticide, and criminal responsibility under 7 years. We are not taking it as a criminal. We are not putting a criminal responsibility to a child. Above 7 years, we are telling the child is undergoing the court procedures or in prison. Below the 7 years, juvenile home only. Okay, then consent for examination is given for about 12 years. Rape, generally less than 15 years, are considered as conducting a rape. That is, rape is considered as a crime in case of less than 15 years of age. Okay. Then consent for invasive procedures greater than 18 years. These are the underage. This is only a short description is there only. Okay. So age is used for the identification. The Gustafson method you want to know, and the medical legal importance, certain points you can write. Okay. Then from sex, generally we know the presence of ovaries and testes. We can identify with whether it is a male or female. Then analysis of sex chromatids like Barr body, Davidson Smith body, like that. Also we can analyze the sex. And from bones, we are studying in anatomy, etc. That what in bones, from bones, we can differentiate whether it is a male person's bone or female person's. Glabella is more prominent in male, you know that. Then mandible is also larger and thicker in males. Then greater sciatic notch will be more prominent or more broad in case of female. Then pelvic brim, the shape you want to study, heart-shaped in male and circular or oval-shaped in female. Then pelvic cavity or funnel-shaped in male and broad and round pelvic cavity in female. Okay, funnel-shaped in case of male. Then pelvic brim you want to know, heart-shaped in male and oval-shaped in female. Okay, these are the sex. So sex you want to first of all concluding presence of ovaries and testes, then sex chromatic, and from bones also we can conclude which is the sex of a person. Okay. Then stature. Stature means what? Height. Height, we know that at the time of death what the rigor mortis may happen, and it may be if it is the dead body is at that stage, it may the length of the body will be shortened. Okay. Then certain formulas are there. If any only a part of the body is obtained, so what is the height of that person totally? Only a part of the body is obtained. The total length can be identified from the formulas like Carl Pearson's formula, Jessler's formula, etc. So stature is also a method for calculating or deriving at the identification. Then from race, this all study cephalic index. Already know cephalic index is important. Maximum breadth of skull by maximum length of skull into 100. Dolichocephalic, mesencephalic, brachycephalic. This we are studying generally. Okay, all students are studying this one. From race, the cephalic index is used for identification in case of whether it is Indian, Europeans or Mangaloreans. Okay. Then other indexes like what brachial index, pleural index, humerofemoral index are using. Then from hair also, the study of hair is known as trichology, and it is the most decay resistant part of our body in case of death. So from hair identification is available, and which all circumstances this hair is taken as an evidence: sexual assault, mechanical assault. Then heavy metal poisoning, certain features are seen, that is mercury poisoning, etc. Certain features are seen. Hair loss will be severe. Okay, so in such cases, this hair may be taken as an evidence. Then from the situation of the from where the hair is collected, in sexual assault, pubic hair, etc. is collected.
like that. And certain special characters are for each hair, that is each part of the body certain hairs are there, that is scalp hair, axillary hair, there is difference. And also certain analysis like neutron activation analysis of hair can be done for arriving at the identification. So hair is also used as a, then scar is also sometimes I have seen in questions that tattoo marks, how it is useful for the identification. That is a question in 2019, I think. So there is chance to ask this each one. Age, how we can age only, then scar, from scar, how it is identified, and such like questions can be asked. Okay. Scar means what? A fibrous tissue covered by epithelium as a result of healing process of a wound. ഒരു wound ഉണങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഫൈബ്രസ് ടിഷ്യൂവിന്റെ എപ്പിത്തീലിയത്തിനെയാണ് എന്ത് പറയുന്നത്? സ്കാർ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവില്ല, സ്വെറ്റ് ഗ്ലാൻഡ്സ് ഉണ്ടാവില്ല, ഒന്നും കാണില്ല. എക്സാമിനേഷൻ ഓഫ് എ സ്കാർ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? നമ്പർ, എത്ര സ്കാർസ് കാണുന്നുണ്ട്, സൈറ്റ് എവിടെയാണ്, സൈസ്, ഷേപ്പ്, കളർ, സ്മൂത്ത് ഓർ ഇറഗുലർ. ഓക്കെ. അപ്പം ഈ സ്കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് ഏതാ? മെക്കാനിക്കൽ ഇഞ്ചുറീസ്, ആക്സിഡന്റൽ ഇഞ്ചുറീസ്, ആ കേസസിലാണ് നമ്മൾ സ്കാർ സസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഇൻസൈസ്ഡ് ബോണ്ടിന്റെ കേസിലാണ് എന്തായിരിക്കും സ്കാറിന്റെ ഷേപ്പ്? ലീനിയർ. ഇൻസൈസ്ഡ് ബോണ്ട് അറിയാമല്ലോ നമ്മൾ, ഷാർപ്പ് കട്ടിംഗ് വെപ്പൺ വെച്ച് ഉണ്ടാകുന്നതാണ് ഇൻസൈസ്ഡ്. ലെങ്ത് ആയിരിക്കും കൂടുതൽ. ടൈലിംഗിൽ എന്തായിരിക്കും? അറ്റത്ത് വരുമ്പോൾ അതിന് ഡെപ്ത് കുറവായിരിക്കും. ഡെപ്തും ലെങ്ത്തും ഉണ്ട്. ഓക്കെ. സോ ഇൻസിഷൻ ഈസ് യൂസ്ഡ്. ഇൻസൈസ്ഡ് കേസിൽ ഷേപ്പ് ഓഫ് സ്കാർ ലീനിയറും സ്ട്രേറ്റും ആയിരിക്കും. ലാസ്ട്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാകുന്ന ഏറ്റവും വലിയ വൂണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഉള്ള വൂണ്ടാണ്. ടിഷ്യൂ ഇഞ്ചുറി നന്നായിട്ട് ഉണ്ടാകുന്ന വൂണ്ടാണ് ലാസറേഷൻ. ബ്ലൻഡ് ഒബ്ജക്ട്സ് വെച്ച് ഉണ്ടാകുന്നത്. ഓക്കെ. ഗ്ലാസ് പീസ് എല്ലാം നമ്മൾ അത് വെച്ചിങ്ങനെ ഫോഴ്സിൽ നമ്മൾ ആക്കുവാണെങ്കിൽ എന്തൊരു ലാസറേറ്റഡ് വൂണ്ട് ഉണ്ടാകും. അത് അങ്ങനെയുള്ള കേസിൽ ഷേപ്പ് ഓഫ് സ്കാർ എങ്ങനെയായിരിക്കും? ബ്രോഡ് ആൻഡ് റെഗുലർ ആയിരിക്കും. ഓക്കെ. പിന്നെ ബേൺസിന്റെ കേസിൽ അറിയാം, ബേൺ എന്ന് പറയുമ്പോൾ ഫുൾ സർഫസ് ഏരിയ കൂടുതലായിരിക്കും ബോഡിയിൽ. അപ്പം എന്തായിരിക്കും? ഇറഗുലർ ആയിട്ടുള്ള സ്കാർസ് ആയിരിക്കും കാണുന്നത്. പിന്നെ കീലോഡ് പാച്ചസ് ഒക്കെ ഉണ്ടാകാം ബേൺസിന്റെ കേസിൽ. സോ ഏജ് ഓഫ് സ്കാർ അക്കോർഡിംഗ് ടു ദ കളർ ചേഞ്ച് വി നോ ദാറ്റ്. ഒരു വൂണ്ട് ഉണങ്ങി വരുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് എന്തായിരിക്കും? റെഡിഷ് ആയിരിക്കും. പിന്നെ അത് കോൺട്രാക്ട് ചെയ്ത് ചുരുങ്ങിയിട്ട് എന്താകും? സോഫ്റ്റ് ആകും. 6 months ആകുമ്പോഴത്തേക്ക് അത് വൈറ്റ് കളറിൽ ഗ്ലിസണിങ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഡിസപ്പിയറൻസ് ഓഫ് സ്കാർസ് മേ ബി സീൻ. ഓക്കെ. ലൈറ്റ് വൂണ്ട് ആണെങ്കിൽ അത് സ്കാർ ഡിസപ്പിയർ ചെയ്യാം. ചില കേസസിൽ തിക്നെസ് ഓഫ് വൂണ്ട് സ്കിൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അങ്ങനെയുള്ള പാട്ടിലാണെങ്കിൽ പെർമനന്റ് ആയിട്ട് തന്നെ സ്കാർ കിടക്കും. ഓക്കെ. So scar may be asked. This tattoo marks is asked. Tattoo means what? To mark. എന്തെങ്കിലും നമ്മൾ അടയാളം ഉണ്ടാക്കുക ബോഡിയിൽ. ഓക്കെ. That is deliberate ornamentation of the skin by introducing pigments under the epidermis. ന്റെ അടിയിലോട്ട് നമ്മൾ പിഗ്മെന്റ്സ് എൻ്റർ ചെയ്തതിന് ശേഷം ഓർണമെന്റ് ചെയ്യുന്നു. എന്താണോ ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിൽ, അതായത് പിഗ്മെന്റ്സിനെ എപ്പിഡെർമിസിലോട്ട് കയറ്റുക. അതാണ് ടാറ്റൂ മാർക്സ് ഉണ്ടാകാനുള്ള കാരണം. ഡെലിബറേറ്റ് ഓർണമെന്റേഷൻ ഓഫ് ദി സ്കിൻ ബൈ ഇൻട്രൊഡ്യൂസിങ് പിഗ്മെന്റ്സ് അണ്ടർ ദി എപ്പിഡെർമിസ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്മോൾ പങ്ക്ചർ wounds made through the skin with needles or similar penetrating tools. ഇതിന് കളറിംഗ് മാറ്ററിൽ നമ്മൾ നീഡിൽസോ പെനട്രേറ്റിംഗ് ടൂൾസോ മുക്കിയതിന് ശേഷം എപ്പിഡെർമസിന്റെ അണ്ടറിലോട്ട് എന്ത് ചെയ്യുക? പിഗ്മെന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിന് അങ്ങനെയാണ് നമ്മൾ എന്ത് ടാറ്റൂ മാർക്സ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെ ടൈപ്സ് ഡൈ യൂസ് ചെയ്യാം? ഇൻഡിഗോ, കൊബാൾട്ട്, വെർമീലിയൻ, സിനബാർ. ദീസ് ആർ സെർട്ടൻ കളേഴ്സ്. വെർമീലിയൻ റെഡ് ആയിരിക്കും, കൊബാൾട്ട് ബ്ലൂ, അങ്ങനെ. ഓക്കെ. പല കളറിലുള്ള കണ്ടിട്ടുണ്ട്. ബ്ലാക്ക്, ബ്ലൂ, റെഡ് ടാറ്റൂ മാർക്സ് കണ്ടിട്ടില്ല നമ്മൾ. ബോയ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ. സോ കളേഴ്സ് ലൈക്ക് ബ്ലൂ, ഗ്രീൻ ഓർ റെഡ് scavenged by the tissue cells and leached into the lymphatic system. So under epidermis ലോട്ട് ഇൻജെക്ട് ചെയ്യുന്നു ഈ കളർ ഡൈസിനെ. ഓക്കെ. So this tattoo marks is a 5-mark question. Then varieties of pattern. By looking the what is the pattern printed there, personal details and religious beliefs and sexual fantasies. Like that, according to each ഓരോ പേഴ്സണിന്റെ ഇത് വെച്ചിട്ട് എന്തായിരിക്കും ടാറ്റൂ മാർക്സിൽ ചേഞ്ചസ് ഉണ്ടാകും. Naturally, tattoo mark disappear. Just below epidermis ആണെങ്കിൽ ഡിസപ്പിയർ ചെയ്യും. ഓക്കെ. പൗഡർ ചാർക്കോൾ യൂസ് ചെയ്യുക. ഈവൻ ഇൻ ഡീകമ്പോസ്ഡ് ബോഡീസിൽ പൗഡർ ചാർക്കോൾ ഈസ് യൂസ്ഡ്. പൗഡർ ചാർക്കോളോ ഇന്ത്യൻ ഇങ്കോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡീകമ്പോസ്ഡ് ബോഡീസിൽ പോലും ടാറ്റൂ മാർക്സ് കാണാൻ പറ്റും. ഓക്കെ. റിവീലിംഗ് മെത്തേഡ് എങ്ങനെയായിരിക്കും? UV ലൈറ്റ്. ഡീകമ്പോസ്ഡ് ബോഡീസിലാണ് UV ലൈറ്റ് അടിക്കുക. റബ്ബിംഗ് ദ പാർട്ട്, ആ പാർട്ടിൽ നമ്മൾ റബ്ബ് ചെയ്യുക. ആൻഡ് എക്സാമിനറിന്റെ മാഗ്നിഫൈങ് ലെൻസ് വെച്ച് നോക്കുക. ആർട്ടിഫിഷ്യലി എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ ടാറ്റൂ മാർക്സ്? സർജറി, സ്കിൻ ഗ്രാഫ്റ്റിംഗ്, ടേം അബ്രേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ടാറ്റൂ മാർക്സ് റിമൂവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? എന്താണ് മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ്? ഇപ്പം ഐഡന്റിഫിക്കേഷൻ്റെ ഫോമോ റേസിൽ നിന്നോ റിലീജിയൻ, ചിലപ്പം എന്താ കുരിശോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏത് റിലീജിയനിലുള്ള പേഴ്സൺ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രഗ് അഡിക്ട്സിൽ കാണാം സർട്ടൻ
ടാറ്റോ മാർക്സ്, IV ഡ്രഗ് യൂസേഴ്സ് കൺസീൽ ദ സൈറ്റ്. അപ്പം ഈ ഡ്രഗ് അഡിറ്റേഴ്സിൽ ആ സൈറ്റ് ഏത് വഴിയാണോ കയറ്റുന്നത്, ഡ്രഗ് കയറ്റുന്ന ആ സൈറ്റ് എന്ത് ചെയ്യാൻ, കൺസീൽ ചെയ്യാൻ വേണ്ടി, മൂടി വെക്കാൻ വേണ്ടി നമ്മൾ ടാറ്റോയിങ് ചെയ്യുന്നു. ആ കേസസ് അത് ടാറ്റോ മാർക്സിന്റെ എന്താ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ. ഇൻഡിക്കേറ്റ് ബിഹേവിയറൽ ക്യാരക്ടേഴ്സ്, ദാറ്റ് സെക്ഷൽ ഫാന്റസീസ് ഉള്ള ആളാണെങ്കിൽ അങ്ങനത്തെ ടാറ്റോ മാർക്സ് ആയിരിക്കും. അപ്പം ബിഹേവിയറൽ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഒരു ക്രിമിനലിനെ സസ്പെക്ട് ചെയ്യുന്ന ആളാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ടാറ്റോ മാർക്സ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്. ദെൻ ആന്ത്രപ്പോമെട്രി മീൻസ് വാട്ട്? ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ബർട്ടീലിയൻ സിസ്റ്റം. ദാറ്റ് ഈസ് മെഷർമെന്റ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ഓരോ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡിയുടെ മെഷർമെന്റിനെയാണ് എന്ത് പറയുന്നത്, ആന്ത്രപ്പോമെട്രി. ആപ്ലിക്കബിൾ ടു അഡൽട്സ് ഉള്ള, അഡൽട്സിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളിൽ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരത്തില്ലല്ലോ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റയിൽ നമ്മൾ ആന്ത്രപ്പോമെട്രി ഇൻക്ലൂഡ്സ് വാട്ട് ഓൾ തിങ്സ്? ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ, കളർ ഓഫ് ഹെയർ, ഐസ്, കോംപ്ലക്ഷൻ എല്ലാം എഴുതാം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ. ബോഡി മാർക്സ് ലൈക്ക് എനി ബർത്ത് മാർക്സ്, ടാറ്റോ മാർക്സ്, സ്കാർസ് എക്സെട്ര ക്യാൻ ബി നോട്ടഡ്. Measurement of various body parts is known as anthropometry. Body measurements, we know that standing and sitting heights should be checked, then length and breadth of head. Every measurement, every part's measurement is taken and can be also used for the identification. Then coming to the print patterns, fingerprints system is known as dactylography. This may be asked. Already know its type, like what main types like loops, whorls, arches and composite. Mainly 4 types. Loops is more predominant in every person, that is 65%, whorls 25% and arches 7%. So process of taking impressions of pulp of fingers and thumbs on an unglazed white paper and examining them with a magnifying lens. This is the process. This process is known as fingerprint system of dactylography. Taking the impressions of the pulp of fingers and thumbs on an unglazed white paper and examining them with a magnifying lens. Recording. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ്സ് വാഷ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഡ്രൈ ചെയ്യുക. അതിനുശേഷം പ്രിന്റേഴ്സ് ഇങ്ക് ഉപയോഗിച്ചിട്ട് പ്രിന്റ് ഈസ് ടേക്കൻ. പ്രിന്റേഴ്സ് ഇങ്ക് നമ്മൾ റബ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൽ മുക്കിയതിന് ശേഷം നമ്മൾ അൺഗ്ലേസ്ഡ് പേപ്പറിലോട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. അങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് എടുക്കുന്നത്. ഇപ്പോൾ പ്ലെയിൻ ഇംപ്രഷൻ, 2 types of impression we can take. പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പ്രിന്റേഴ്സ് ഇങ്ക് മുക്കി അൺഗ്ലേസ്ഡ് പേപ്പറിലേക്ക്. റോൾഡ് ഇംപ്രഷൻ മീൻസ് മീഡിയൽ സൈഡ് ടു ലാറ്ററൽ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റേഴ്സ് ഇങ്കിൽ മുക്കിയതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ പേപ്പറിലോട്ട് കൊടുക്കുക, മീഡിയൽ ടു ലാറ്ററൽ സൈഡ്. ഓക്കെ. സോ ഡെഫിനേഷൻ എഴുതുക, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടത്. വാഷ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഡ്രൈ ചെയ്യുക, പ്ലെയിൻ ഇംപ്രഷൻ എടുക്കുക, റോൾഡ് ഇംപ്രഷൻ എടുക്കുക. അഡ്വാൻറ്റേജസ് എന്താ? ഈ ഫിംഗർ പ്രിന്റ് ലെഫ്റ്റ് ചെയ്യുമല്ലോ, ക്രൈം സീനിലൊക്കെ ലെഫ്റ്റ് ചെയ്യും. ഇവിടെ സെബേഷ്യസ് ഗ്ലാൻഡും സെറ്റ് ഗ്ലാൻഡ്സും ഒക്കെ ഉണ്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് പൾസിൽ. അപ്പം എന്തായാലും നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പൊ ലാറ്റൻ പ്രിന്റ്, ചാൻസ് പ്രിന്റ്, അങ്ങനെ കുറെ ടൈപ്സ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് എന്തെടുക്കും, ഈ ഫിംഗർ പ്രിന്റ് എവിഡൻസ് അവിടെ റിമെയിൻ ചെയ്യാം. അപ്പം നമ്മൾ പൗഡറിങ് ഒക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പൗഡറിങ് ചെയ്തിട്ട് അത് UV ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ അത് തെളിഞ്ഞു വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോഗ്രാഫ് എടുത്തതിന് ശേഷം നമ്മൾ അനലൈസ് ചെയ്യുക, അതിലെ ഓരോ പോൾസ് എങ്ങനെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെയാണ് പ്രിന്റ് എക്സാമിനേഷൻ ചെയ്യുന്നത്. ഓക്കെ. അൺനോൺ ബോഡി സ്കിൻ, ഇൻ കേസ് ഓഫ് എ അൺനോൺ ഡെഡ് ബോഡി, ഒരു ഡെഡ് ബോഡി എന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്കിൻ ഫ്രം ഫിംഗർ ടിപ്സ് റിമൂവ് ചെയ്യണം ആൻഡ് പ്രിസർവ് ഇൻ 10% ഫോർമാലിൻ ആൻഡ് ഫോർവേഡ് ടു പോലീസിന് കൈമാറുക. ഓക്കെ. കീലോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ലിപ് പ്രിന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് കീലോസ്കോപ്പി. റുഡോസ്കോപ്പി പാലറ്റോ പ്രിന്റ്സ്. സോ ഫിംഗർ പ്രിന്റ് സിസ്റ്റം എന്നുമ്പോൾ നമ്മൾ അതിന്റെ മെത്തേഡ് യൂസ് എങ്ങനെയാണ് എഴുതുക, അതിന്റെ ഡെഫിനേഷൻ എഴുതുക, എങ്ങനെയാ എത്ര ടൈപ്പ് എടുക്കാം. ഓക്കെ. ഇനി സിവിൽ കേസിലാണെങ്കിൽ ഒരു ലെഫ്റ്റ് തമ്പിന്റെ മാത്രം മതി. ക്രിമിനൽ കേസസിലാണെങ്കിൽ 10 ഫിംഗേഴ്സിന്റെ എന്തെടുക്കും, ഫിംഗർ പ്രിന്റ്സ് എടുക്കാറുണ്ട്. ഓക്കെ. ഇനി മെഡിക്കോ ലീഗൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയാം, പ്രിവെൻഷൻ ഓഫ് ഇംപേഴ്സണേഷൻ, ആൾമാറാട്ടം തടയാനായിട്ട്, പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ അൺനോൺ ഡെഡ് ബോഡി എക്സെട്ര വി ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ. അപ്പൊ അത് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ സബ് ഹെഡിങ്സ് ആയിട്ട് എഴുതുക. ഡെഫിനേഷൻ, what is the procedure, how can we do, then powdering etc is there. So many things are there in dactylography, so detailedly you go through it. Okay. Then forensic odontology means from the teeth examination how we can identify a person. Then actually evidence ഇപ്പം നമ്മൾ ഇതെടുത്തിട്ട് നമ്മളതിനെ റീക്രിയേറ്റ് ചെയ്യും, ഒരു എവിഡൻസ് കിട്ടിയ ഒരു ഇതിൻ്റെ, എന്നിട്ട് നമ്മളത് കമ്പാരിസൺ ചെയ്യും. സസ്പെക്ട് ചെയ്യുന്ന ആളുടെ ടീത്തിന്റെ മോഡലിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് എവിഡൻസ് കിട്ടിയതിൽ നിന്നുമായിട്ട് ഇത് കമ്പാരിസന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോറൻസിക് ഓഡോntology ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. കമ്പാരിറ്റീവ് മെത്തേഡ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പേഴ്സൺ അഗെയിൻസ്റ്റ് ആന്റിമോർട്ടം ഡെന്റൽ റെക്കോർഡ്സ് യൂസ് ചെയ്തിട്ട്
നമ്മൾ കമ്പയർ ചെയ്യും. ബൈറ്റ് മാർക്ക് എവിഡൻസ്, ബൈറ്റ് സെക്ഷൽ അസോൾട്ട്സിലൊക്കെയാണ് ബൈറ്റ് മാർക്സ് കാണുമല്ലോ ബോഡിയിൽ. അങ്ങനെ കേസിൽ ആ ബൈറ്റ് മാർക്സും ഇപ്പം നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആളുടെ ബൈറ്റ് മാർക്സും എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, അത് കമ്പയർ ചെയ്യും. അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യും ഇയാളാണ് സസ്പെക്ട് ചെയ്യുന്ന accused. Okay, so dental medicine application in resolving issues pertaining to the law. It is dealing with the forensic or dentology. Dental medicine application. Then nature of circumstances of evidence, sexual offences, child abuse cases also we can use this forensic odontology. Then nature of bite analyzed, that is irregular shape of the bite, irregular, and how it is forced, very deep or degree of application of force, like that. And medical legal consideration, recognition and comparison of the dental patterns. Okay, comparison is the main one. Antemortem and postmortem data match sufficient and we can identify the accused. Then dental charting is several methods like dental charting. I think that these are studied by the teachers detailing in the classes, like dental charting, etc. Okay, so many methods are there. So in that case, we are looking for extraction. Any extractions are used or fillings are there in such evidence, in dental evidences, if we are obtained from the circumstances of crime. Any artificial teeth is they are used in that dead body, is seen in the mouth of the dead body. Then broken teeth is present. All are listed in a case of the dental charting, and certain methods are also there. Then coming to the forensic serology. This is forensic serology, mainly blood stains are examined for analyzing the identification, for identifying a body. Blood stains are used. Blood itself is extremely important entity in the medical legal practice. And first of all, ഒരു സ്റ്റെയിൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ബ്ലഡ് ആണോ അല്ലയോ എന്ന് ആദ്യം ഉറപ്പിക്കണം. ബ്ലഡ് ആണ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാന്ന് നോക്കണം, ഹ്യൂമൻ ബ്ലഡ് ആണോ അനിമൽ ബ്ലഡോ ആകാമല്ലോ, അങ്ങനെയാണോ നോക്കുക. ഇഫ് ഹ്യൂമൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ഏജ് ഓഫ് സ്റ്റെയിൻ. സ്റ്റെയിൻ്റെ എത്ര ദിവസമായി, അതായത് ഡ്രൈ ഫ്രഷ് ആണെങ്കിൽ അപ്പം തന്നെ കാണാമല്ലോ, മോയ്സ്ചർ എല്ലാം കാണും. ഡ്രൈ ആകുമ്പോൾ അതാണ് ഏജ് ഓഫ് സ്റ്റെയിൻ. പിന്നെ ഈ സ്റ്റെയിൻ നോക്കുമ്പോൾ ബ്ലഡ് സ്റ്റെയിൻ തന്നെ ആർട്ടീരിയൽ ആണോ വീനസ് ആണോ, ആന്റിമോർട്ടം ആയിട്ട് സംഭവിച്ചതാണോ പോസ്റ്റ്മോർട്ടം ആയിട്ട് സംഭവിച്ചതാണോ. സോ ഫോറൻസിക് സെറോളജി മേ ബി ആസ്ഡ്. ഓക്കെ, ഇൻ ദിസ് എക്സാം. സോ ആർട്ടീരിയൽ ഓർ വീനസ് അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻസ് നോക്കുക. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാൻ നമ്മൾ. അതിൽ ചില ടെസ്റ്റുകളാണ്. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെദർ സ്റ്റെയിൻ ഈസ് ബ്ലഡ് ഓർ നോട്ട് ബ്ലഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ്, അതിന് കുറേ കെമിക്കൽ ടെസ്റ്റുകളാണ് ഉള്ളത്. ബെൻസിഡിൻ ടെസ്റ്റ്, ഫിനോഫ്തലീൻ ടെസ്റ്റ്, അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം ബ്ലഡ് ആണോ അല്ലയോ. ഈ കൺഫർമേറ്ററി ടെസ്റ്റ്, ഇത് ജസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റ് ആണ്. ബെൻസിഡിൻ ടെസ്റ്റ് എല്ലാം കൺഫർമേറ്ററി ടെസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ട്, ഹീമോക്രിസ്റ്റലൈൻ ടെസ്റ്റ്, സ്പെക്ട്രോസ്കോപ്പിക് എക്സാമിനേഷൻ വഴിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യണം ബ്ലഡ് ആണോ. ഹ്യൂമൻ ഓർ അനിമൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, gel diffusion or precipitation methods like that is there. Okay, and age of stain, by looking the color only we can see the age of stain, color and nature, fresh or bright red or moist ആണെങ്കിൽ fresh ആയിരിക്കും. Within 24 hours എന്ത് കളറാകും, reddish brown ആകും. After 24 hours dark brown and black. Okay, so forensic serology arterial ആണോ വീനസ് ആണോ ചെക്ക് ചെയ്യുക. ബ്രൈറ്റ് റെഡ് കളർ ആയിരിക്കും ആർട്ടീരിയൽ. നമ്മൾ ഡിസെക്ഷൻ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിസെക്ഷൻ ചെയ്യുമ്പോൾ ബോഡി ആർട്ടീരിയൽ ആണെങ്കിൽ ബ്രൈറ്റ് റെഡ് ആയിരിക്കും, വീനസിൽ കുറച്ചും കൂടി ഡാർക്ക് റെഡ് കളർ ആയിരിക്കും. നമ്മൾ ഇവിടെ നിന്നെല്ലാം കൈ മുറിയുമ്പോൾ വരുന്നത് എന്തായിരിക്കും, ആർട്ടീരിയൽ ബ്ലഡ് ആണ്. അതാണ് അതിന്റെ കളർ എന്ത്, ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ളത്. ഓക്കെ, ആന്റിമോർട്ടം ആൻഡ് പോസ്റ്റ്മോർട്ടം ഒറിജിൻ ആണോ എന്ന് അറിയുക. ഇങ്ങനെ ബ്ലഡ് പാർട്ട്ലി സോളിഡിഫൈസ് വിത്ത് സെപ്പറേഷൻ ഓഫ് സിറം. ആന്റിമോർട്ടം ഡെത്തിലാണെങ്കിൽ എന്താണ് ബ്ലഡ് അങ്ങനെ വരും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കേസിലാണെങ്കിൽ ആ ക്ലോട്ട് കനോട്ട് ബി സീൻ. ഓക്കെ, സച്ച് തിങ്സ് യു വാണ്ട് ടു റൈറ്റ്. ആൻഡ് സോഴ്സ് ഓഫ് ബ്ലഡ്, സ്റ്റൊമക്, ഓരോ കേസിൽ ഓരോ സോഴ്സിൽ നിന്ന്. ഹീമോടൈസിസിലാണെങ്കിൽ എന്തായിരിക്കും, ബ്രൈറ്റ് റെഡ് കളർ ആയിരിക്കും. സ്റ്റൊമക്കിലാണെങ്കിൽ എന്താ, അതിനൊരു പാകം സംഭവിച്ചല്ലോ, അപ്പൊ എന്ത് കളർ ആയിരിക്കും, കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും. ഓക്കെ, ഹെമറ്റിൻ പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓരോ സോഴ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ബ്ലഡിനും കളർ ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ പാറ്റേൺ ഓഫ് ബ്ലഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പം നമ്മൾ ക്രൈം സീൻ നടക്കുന്ന സ്ഥലത്ത് ചില സിനിമയിലെല്ലാം നമ്മൾ കണ്ടിട്ടില്ല, ഡ്രോപ്സ് എങ്ങനെയാണ് വെർട്ടിക്കലി, സ്പ്ലാഷസ് ഓഫ് ബ്ലഡ് ആയിട്ടാണ്, എന്താണ് ഷേപ്പ് ഓഫ് സ്റ്റെയിൻ, അതെല്ലാം അനലൈസ് ചെയ്യണം. പിന്നെ ആന്റിജൻ ടെസ്റ്റ്, ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ഫിസിയോളജിയിൽ പഠിച്ചാണ്. ആന്റി ഗ്ലൂട്ടിൻ ആഡ് ചെയ്യുക, AB ഇത്, അതിൽ ഡിയിലും അങ്ങനെയുള്ള ടെസ്റ്റുകൾ, ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പിംഗ് സ്റ്റെയിൻസ് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. അപ്പൊ അത് നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് എഴുതുക ഫോറൻസിക് സെറോളജിയിൽ. മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും, ബ്ലഡ് എക്സാം. സിവിൽ കേസസ് ലൈക്ക് മെറ്റേണൽ പെറ്റേണിറ്റി ഇഷ്യൂസ് വരുമ്പോൾ ഏതാണ്, ഡൈവേഴ്സ് കേസിലെ, നള്ളിറ്റി ഓഫ് മാരേജിൽ, കോമ്പൻസേഷൻ കേസസിലൊക്കെ
നമ്മൾ സിവിൽ കേസസിൽ ബ്ലഡ് സ്റ്റെയിൻ അനലൈസിസ് ഉപകാരപ്പെടും. ക്രിമിനൽ കേസസിലാണെങ്കിൽ വിക്ടിമിനെ ഐഡന്റിഫിക്കേഷൻ ഓഫ് വിക്ടിം ഓർ ഒഫൻഡർ, ഹൗ ക്രൈം ഹാപ്പൻസ്, sexual assault or homicidal cases, this can be analyzed from the forensic serology. Then DNA profiling is the identifying a wide range of human fluids and tissues, and it is mainly using PCR, polymerase chain reaction, or RFLP, restriction fragment length polymerization can be done. DNA profiling also there is a chance for asking. Then coming to the death and its medical legal aspects, this is very important chapter. These are thoroughly studied in US. That is classes etc. You have covered that. So definition you have to write that. What is the definition? Permanent disappearance of all evidence of life at any time after live birth has taken place. Types like somatic and molecular death is there. Then modes of death according to that is tripod of life is termed as tripod of death. Three modes of death are there: coma, syncope, and asphyxia. Coma related with the brain function, failure of brain function. Syncope means failure of functions of heart, and asphyxia means respiratory. So signs of death mainly three. This may be asked as a 10-mark question also. Immediate, early, and late changes. Already know. Insensibility. Immediate means what? Senses lost, and voluntary power will be lost, and respiration and circulation stoppage will be there. Early changes can be seen in what? Skin, eye, primary plasticity, where there, liver motility, algar motility, trigger motility. These are the terms. So just to revise that, okay, secondary plasticity. And late changes include putrefaction, adipocere formation, etc. So changes in skin means what? Elasticity will be lost, and changes in eye also, cornea, sclera, there will be special features like what? Tachypnea will be there. Algar motility, you know that the postmortem cooling. You want to draw this graph, okay? Inverted S-shaped or sigmoid shaped. So it is a cooling of the body. Caloricity will be seen, that is light rise of the body after death will be seen in the certain cases like violent death like strangulation, strychnine poisoning, etc. Then postmortem lividity means what? Staining or color, okay. The reasons are, you know that this blood settled in the toneless capillaries in the dependent parts of the body. Only this postmortem lividity can be seen. Hanging, we can see this in hands, feet, the dependent. Rounding, what? The body will be in an inverted position, okay. So that face, limbs, and abdomen, etc., the dependent parts of the body, the postmortem lividity can be seen. Then rigor mortis, generally we know that stiffening of the muscles affecting both skeletal and smooth muscles. Actually, it may be happen due to what? Failure of resynthesis of the ATP, so that the muscles become hard and rigid, okay. So general muscle changes after that. First of all, primary relaxation, then rigor mortis, again secondary relaxation is there, and the body will go into decomposition. Then there are certain order of appearing rigor from eye, face, jaw, neck, upper lips, thorax, and abdomen. Then rule of Dole is important. It is otherwise known as march of rigor. In Kerala, it is rule of 6. Okay, the starting of rigor, then sustaining of rigor, and disappearing of rigor. Then cadaveric spasm. It is a instead of primary plasticity will not be there in case of cadaveric spasm or instantaneous rigor. Okay, sudden stiffening will be there. That is also similar in violent death. And shooting cases, shooting death, etc. also cadaveric spasm can be seen. Then cold stiffening and heat stiffening is there. Late changes include what? Decomposition or putrefaction, autolysis, and bacterial contamination. Autolysis is an aseptic process, and bacterial contamination, because this stagnant blood is there also, it is the most place for growing the bacteria, and which will lead to the bacterial contamination. Autolysis means what? It is the digestive action of enzymes released by the cells after death, okay. So decomposition includes, or putrefaction includes, two processes like autolysis and bacterial contamination. So this color change first noted in which question? Right iliac fossa, okay. Due to the hydrogen sulfide plus hemoglobin, hemoglobin is produced here. Then marbling can be seen in case of decomposition. Development of foul smelling gases like H2SO, ammonia, etc. Skeletonization may be also in according to the time proceeding. Skeletonization may be also occurring. Then another term, decomposition, adipocere, and mummification is included under the late changes now. So adipocere means what? It's a hydrolysis and hydrogenation of body fat relating with the fat, okay.
Actually, this is formed like a what cheese-like material and transit smell is there. Usually, 3 to 6 months are taken. The fat-contained areas like what bulky areas like cheek, breast, and buttocks, abdomen, etc. This adipose formation can be seen. And mummification mainly drying or desiccation of the tissues is there. And in case of certain climate like dry climate or free circulation of air is that is deprived, no moisture content is there, only warm dry air atmosphere is there, it will lead to the mummification of the body. Then medical legal autopsy means what? Postmortem examination. How examination of the dead body is the we want to it is conducted because to arrive at what is the cause of death in case of unnatural cases. So clinical and medical legal autopsy is there. Clinical means what? If the relatives ഒരു സംശയം എന്തുകൊണ്ടാണ് മരിച്ചത്, ഇനിയിപ്പോൾ പോയിസൺ കൊടുത്തിട്ടാണോ, അങ്ങനെയുള്ള കേസിൽ കൺസെന്റ് ഓഫ് ദി റിലേറ്റീവ്സ് വാങ്ങിയിട്ട് നമ്മൾ ഡെഡ് ബോഡി എന്ത് ചെയ്യുന്നു, ഓട്ടോപ്സിക്ക് അണ്ടർഗോ ചെയ്യാറുണ്ട്. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എത്താണ് അതിന് ക്ലിനിക്കലാക്കാം. ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ മെഡിക്കൽ ലീഗൽ മീൻസ് സാധാരണ തന്നെയുള്ള ഇത് അൺനാച്ചുറൽ ഒരു ഫീമെയിൽ ഡെത്തിൽ ആരും പറയാതെ തന്നെ എന്ത് ചെയ്യാം, ഇത് കണ്ടക്ട് ചെയ്യണമെന്നാണ് റൂള്. ഓക്കെ, സോ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്ന? കോസ് ഓഫ് ഡെത്ത്, ഐഡന്റിറ്റി, എങ്ങനെയാണ് മരിച്ചത്, മോഡ് ഓഫ് ഡൈയിങ്, ടൈം സിൻസ് ഡെത്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. Okay, so before conducting the autopsy, എന്ത് ചെയ്യണം? ഓർഡർ ഫ്രം പോലീസ് ഓഫീസറോ മജിസ്ട്രേറ്റ് വേണം. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഹാൻഡ് ചെയ്യണം. ഫോറൻസിക് ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യുന്ന ഫോറൻസിക് മെഡിക്കൽ ഓഫീസറിന് പെർഫോംഡ് അറ്റ് ആൻ ഓതറൈസ്ഡ് സെന്ററിൽ മാത്രമേ നമ്മൾ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യാവുള്ളൂ. ഓൾ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഇൻ ഗവൺമെന്റ് സർവീസിലുള്ള എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അതർ ഗൈഡ് ലൈൻസ് ലൈക്ക് അവോയ്ഡ് ഡിലേ. ഇപ്പം നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്ന ഡിലേ ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ അൺഅതറൈസ്ഡ് പേഴ്സൺ അകത്തോട്ട് കയറ്റാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ എക്സാമിനേഷൻ ഓഫ് ദി ഓട്ടോപ്സിയിൽ എന്തെല്ലാം ചെയ്യണം? എക്സ്റ്റേണൽ എക്സാമിനേഷൻ നടത്തണം, ഇന്റേണൽ എക്സാമിനേഷൻ. എക്സ്റ്റേണൽ എക്സാമിനേഷനിൽ എന്തെല്ലാം റെഫർ ചെയ്യും? നമ്മൾ നോക്കും വെപ്പണിന്റെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടോ, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങനെയായിരുന്നു, ഇഞ്ചുറി ഉണ്ടോ, പിന്നെ ബിൽഡ് ഹൈറ്റ് എങ്ങനെയാണ്, ബോഡി ബിൽറ്റ്, ഹൈറ്റ്, വെയിറ്റ്, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. ദെൻ ടീത്തിന്റെ ഡിസ്ക്രിപ്ഷൻ. ഇനി ബോഡി അൺഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വൂൺസ് ഉണ്ടെങ്കിൽ നമ്മളത് ഫോട്ടോഗ്രാഫ് എടുക്കുക. പിന്നെ ഇൻസിഷൻ ഇടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്യുക. ഹെയർ സ്വാബ്, വജൈനൽ സ്റ്റെയിൻ, ദെൻ സെമിനൽ സ്റ്റെയിൻസ് എക്സെട്ര ഷുഡ് ബി കളക്റ്റഡ്. Then generally incision types are I, Y and modified by. Okay, മെന്റിസിന്റെ അവിടെ തൊട്ട് എങ്ങോട്ട് പ്യൂബിക് സിംഫൈസിസ് വരെ, സിംഫൈസിസ് മെന്റിസ് തൊട്ട് പ്യൂബിക് സിംഫൈസിസ് വരെയുള്ളതാണ് ഐ ഷേപ്ഡ്. നമ്മൾ അംബിലിക്കൽ കട്ട് ചെയ്യാൻ പാടില്ല, അതിനെ എൻസർക്കിൾ ചെയ്തിട്ട് വേണം ഇടാൻ. പിന്നെ എന്തായിരിക്കും? വൈ ഷേപ്ഡ് ആകുമ്പോൾ ആക്സിലറി ഫോൾഡ് തൊട്ട് ചിപ്പി സ്റ്റേണം വരെ, അപ്പർ സ്റ്റേണൽ ഇതുവരെ, അതിന് ശേഷം താഴെ പ്യൂബിക് സിംഫൈസിസ് വരെ. പിന്നെ മോഡിഫൈഡ് വൈ ഷേപ്പിലാകുമ്പോൾ എന്തായിരിക്കും? ഇയറിന്റെ മാസ്റ്റോയിഡ് പ്രോസസ്സിന്റെ അവിടെ തൊട്ട് സുപ്രാസ്റ്റേണൽ നോച്ച് വരെ ഫസ്റ്റ് ഇടുക, ബോത്ത് സൈഡ്സിൽ നിന്ന്. പിന്നെ താഴോട്ട് തന്നെ സാധാരണ പോലെ തന്നെ ഐ ഷേപ്പിലെ പോലെ. ഓക്കെ, വിസറ കളക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? സ്റ്റൊമക്ക് കണ്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, സിലബസിലുള്ളതാണ്. നമ്മുടെ എല്ലാം യു ജി പീരിയഡിൽ ഉണ്ടായിരുന്ന ജനറൽ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിസറ കളക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സ്റ്റൊമക്കും കണ്ടൻസും കളക്ട് ചെയ്യുക ഒരു കണ്ടെയ്നറിലോട്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈന് ഡൽസ് ആണെങ്കിൽ 30 സെന്റിമീറ്റർ മതി. അങ്ങനെ ഓരോ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ലിവർ ആണെങ്കിൽ 1/2 കിലോഗ്രാം, അങ്ങനെ ഓരോന്ന് എടുക്കാം. ബ്ലഡ് ഏകദേശം 10 to 20 ml എടുക്കുക. യൂറിൻ ആണെങ്കിൽ 15 to 100 ml. ഇനി വിസറ നമ്മൾ മെയിൻലി എവിടെയായിരിക്കും പ്രിസർവ് ചെയ്യുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റോ സാച്ചുറേറ്റഡ് സലൈനിലായിരിക്കും പ്രിസർവ് ചെയ്യുക. ബ്ലഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? സോഡിയം ഫ്ലൂറൈഡ് ആണ് ബ്ലഡിനെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. 10 ml 30 milligram പൊട്ടാഷ്യം ഓക്സലേറ്റ് ആൻഡ് 100 milligram sodium fluoride can be used. Then urine also 100 milligram sodium fluoride ആണ് ബ്ലഡിന്റെ യൂറിന് മെയിൻ ആയിട്ട്. വിസറ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ. എംബാമിങ് അറിയാം, എന്താ? ട്രീറ്റ്മെന്റ് ഓഫ് ദി ഡെഡ് ബോഡി വിത്ത് ആന്റിസെപ്റ്റിക്സ് ആൻഡ് പ്രിസർവേറ്റീവ്. പ്യൂട്രിഫാക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആന്റിസെപ്റ്റിക്സും പ്രിസർവേറ്റീവ്സും വെച്ച് ബോഡിയെ എന്ത് ചെയ്യുക? ട്രീറ്റഡ് ആക്കുക. ഈ പ്രോസസ് കൊണ്ട് എന്ത് സംഭവിക്കും? പ്രോട്ടീൻസ് കോയാഗുലേറ്റ് ചെയ്യും, ടിഷ്യൂസ് എല്ലാം ഫിക്സ്ഡ് ആകും, അതുകൊണ്ട് ബാക്കിയുള്ള പ്യൂരിഫാക്റ്റീവ് ചേഞ്ചസ് ഉണ്ടാകത്തില്ല. ഓക്കെ, ആഫ്റ്റർ ഡെത്ത് 6 to 12 hours നമ്മൾ എന്ത് ചെയ്യണം? എംബാമിങ് ചെയ്യുക. സമ്മർ സീസണിൽ വിത്തിൻ 2 days എന്ത് ചെയ്യുക? വിന്റർ സീസണിലാണ് 2 ഉള്ളിലെങ്കിലും ചെയ്യണം എംബാമിങ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാം. എംബാമിങ് ഫിമറൽ ആർട്ടറിയൽ വഴി എംബാമിങ് ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യാം. പിന്നെ ഇലക്ട്രിക് പമ്പ് മെത്തേഡ് ഉണ്ട്, ഇഞ്ചക്ഷൻ മെത്തേഡ് ഉണ്ട്, ഗ്രാവിറ്റി ഇഞ്ചക്ടർ. മെയിൻലി ഗ്രാവിറ്റി ഇഞ്ചക്ടറിൽ ഫിമറൽ ആർട്ടറി വരെയാണ്, ആർട്ടറി വഴിയാണ് എന്ത് ചെയ്യുന്നത്? എംബാമിങ്
ഫ്ലൂയിഡ് ഇൻട്രി ചെയ്യുന്നത്. ദെൻ ഡിസ്പോസൽ ഓഫ് ദി ബോഡി ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യാൻ ബോഡി എങ്ങനെയാണ്? നമ്മൾ ആ സ്യൂച്ചർ എല്ലാം ഇട്ടത്, ഇൻസിഷൻ ഇട്ടത് എന്ത് ചെയ്യുക? സ്യൂച്ചർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അപ്പം തന്നെ ഡിലേ ആക്കാതെ തന്നെ എന്ത് ചെയ്യുക? റിലേറ്റീവ്സിന് കൈമാറുക. ബോഡി പ്രോപ്പർലി സ്യൂച്ചേർഡ് ആൻഡ് വാഷ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ ടു പോലീസിന് കൊടുത്തതിന് ശേഷം പോലീസ് റിലേറ്റീവ്സിന് കൈമാറുക. എക്സ്ഹ്യൂമേഷൻ എന്ന് വെച്ചാൽ എന്താ? ലോഫുൾ ആയിട്ടുള്ള ഡിഗിങ് ഔട്ട് ഓഫ് എ ബറീഡ് ബോഡി ഫ്രം ദ ഗ്രേവ്. നമ്മൾ തിരിച്ചെടുക്കുക, കൂടിയ ഡെഡ് ബോഡി എന്ത് ചെയ്യുക? നമ്മൾ തിരിച്ച് ഡിഗിങ് ഔട്ട് ചെയ്യുക. അതിനെന്താ? ടൈം ലിമിറ്റ് ഒന്നും ഇല്ല. ഇന്ത്യയിൽ നമുക്ക് എപ്പോൾ വേണേലും, എത്ര നാൾ കഴിഞ്ഞ് വേണേലും, എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്ഹ്യൂമേഷൻ കണ്ടക്ട് ചെയ്യാം. എന്തിനു വേണ്ടിയാ? ഐഡന്റിഫിക്കേഷൻ വേണ്ടി, എസ്റ്റാബ്ലിഷിംഗ് കോസ് ഓഫ് ഡെത്ത്. ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഇത് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ രണ്ടാമത് എടുത്തിട്ട് സെക്കൻഡ് ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതാണ് എക്സാമിനേഷൻ. ഡൗട്ട്, സസ്പെക്ടഡ് പോയ്സണിങ് കേസസിൽ ബൈ റിലേറ്റീവ്സ് എക്സെട്ര അങ്ങനെ കൊടുക്കാം. അങ്ങനെയാണ് എക്സാമിനേഷൻ. ലോഫുൾ ഡിഗിങ് ഔട്ട് ഓഫ് എ ബറീഡ് ബോഡി ഫ്രം ദ ഗ്രേവ്. ഓക്കെ, സോ പ്രിക്കോഷൻസ് വി വാണ്ട് ടു ഓതറൈസ് അല്ലെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് മെയിൻലി, മജിസ്ട്രേറ്റ്സിനാണ് കോൺടാക്ട് ചെയ്യുക. ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ ആരൊക്കെ വേണം? മജിസ്ട്രേറ്റ് വേണം, ഡോക്ടർ വേണം, പോലീസ് ഓഫീസർ വേണം വിറ്റ്നസ് ആയിട്ട്. ഓക്കെ, ഏർലി മോർണിംഗ് അവേഴ്സിലാണ് എക്സ്ഹ്യൂമേഷൻ കണ്ടക്ട് ചെയ്യാൻ പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രേവ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ഒരു സ്ക്രീൻ വെച്ചിട്ട് കവർ ചെയ്യണം. എല്ലാവരെയും അതൊന്നും കാണിക്കാൻ പാടില്ല. നമ്മൾ കവർ ചെയ്തതിന് ശേഷം വേണം ഗ്രേവ് എന്ത് ചെയ്യുക? ഡിഗ് ചെയ്യാൻ. പിന്നെ സാമ്പിൾസ് കളക്ട് ചെയ്യാം. വാട്ടർ ലോക്ഡ് ഏരിയാസ് ഒക്കെ ആണെങ്കിൽ സോയിൽ സാമ്പിൾസ് അതെല്ലാം കളക്ട് ചെയ്യാം. പ്രൊസീജിയർ മേ ബി ആസ്ക്ഡ് ലൈക്ക് വാട്ടർ പോലീസ് ഇൻക്വസ്റ്റ് പ്രൊസീജിയർ പോലെ എക്സാമിനേഷൻ പ്രൊസീജിയർ ആസ്ക് ചെയ്യാം, ചോദിക്കാവുന്നതാണ് കേട്ടോ എക്സാമിന്. അപ്പം നമ്മൾ എന്തെല്ലാം ചെയ്യുക? കണ്ടീഷൻ ഓഫ് ദി സോയിൽ, ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. അതായത് ആദ്യം അതോറിറ്റിയെ അറിയിക്കുക, പിന്നെ ആരൊക്കെ വേണം, ആ പ്രൊസീജിയറിൽ എന്തൊക്കെ സാമ്പിൾസ് കളക്ട് ചെയ്യണം, കവർ ചെയ്യണം, അത് ഡിഗ് ചെയ്യുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതനുസരിച്ച് എഴുതുക. ഡിസിൻഫെക്റ്റൻസ് ഒന്നും നമ്മൾ സ്മെല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്റ്റൻസ് ഒന്നും സ്പ്രിങ്കിൾ ചെയ്യാൻ പാടില്ല അവിടെ. ഓക്കെ, സ്കെൽറ്റനൈസ് ചെയ്ത കേസിലാണ് നമ്മൾ ഡിഗ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം? അടിയിൽ നിന്നും താഴെ നിന്നും എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം, എല്ലാം സോയിലൊക്കെ. ഓക്കെ, ഇനി സസ്പെക്റ്റഡ് പോയ്സണിങ് കേസിലാണ് വിസറ കളക്ട് ചെയ്യണം. നെക്സ്റ്റ് മൂവിങ് ടു ദ ഇഞ്ചുറീസ് ആൻഡ് തെർമൽ ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ ലീഗൽ ഇഞ്ചുറി. മെയിൻലി എന്താ? മെക്കാനിക്കൽ ഇഞ്ചുറീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിലാണ് എന്ത് പറയുന്നത്? there is difference between these three terms. It may be asked to the viva only, so just go through it. Okay, so natural causes and unnatural causes is there for injury. Naturally due to diabetic ulcer etc. Unnaturally means what? Due to heat, cold, electricity and radiation. It can be included under the physical cause. Then chemical causes like corrosives and mechanical like weapons. Okay, so mechanical injury is mainly classified into abrasion. First one is the abrasion or stab. This is also very thoroughly studied in your classes. Abrasion, stab, fracture, incision and contusion. So there are three types of force applied: blunt force and sharp force is there. From sharp force only incision and stab wounds are produced. Abrasion means only what? Only loss of the superficial layers of skin or mucous membrane is there. Okay, there. And mechanical force, according to the mechanical force, friction type and pressure can be included in that. That is, due to this friction type and pressure also abrasion may occur. Okay, tangential abrasion and patterned abrasion. Tangential abrasion means two types. What? Linear type and brush abrasion is there. Linear or scratch. Scratch already നമുക്ക് എല്ലാവർക്കും വന്നിട്ടുള്ളതാണ്. ഒരു നാരോ ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ച് വരുമ്പോൾ എന്ത് ചെയ്യുക? അതായത് പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളിങ്ങനെ പോടുക. അപ്പം എന്ത് ചെയ്യുക? ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ആ സ്കിന്നെല്ലാം കൂടി ടെർമിനൽ എന്തെങ്കിലും ഒരു ഹീപ്പിംഗ് അപ്പ് ആയിട്ടിരിക്കും, സൂപ്പർഫിഷ്യൽ ലെയേഴ്സ്. അതാണ് ലീനിയർ ഓർ സ്ക്രാച്ച്. ബ്രഷ് അബ്രേഷൻ ഓർ ഗ്രേസ് എന്ന് പറഞ്ഞാൽ റഫ് ഒബ്ജക്ട്സ് നമ്മൾ എന്ത് ചെയ്യുക? സ്ക്രേപ്പ് ചെയ്യുക സ്കിന്നിൽ കൂടി. അത് സെറേറ്റഡ് ലൈറ്റ് കാണാം, 2-3 സ്ക്രാപ്പിങ്സ് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ബ്രഷ് അബ്രേഷൻ. ലീനിയർ ഉണ്ട്, ബ്രഷ് അബ്രേഷൻ ഉണ്ട്. അതിന്റെ പേര് തന്നെയാണ് സ്ക്രാച്ച് ഓർ ഗ്രേസ്. Then patterned abrasion എന്ന് പറഞ്ഞാൽ 2 types ഉണ്ട്: impact or imprint and pressure or contact abrasion. Imprint or impact means what? Epidermis crushed impact of object. Okay, imprint, ആ ഒബ്ജക്റ്റിന്റെ ഇംപ്രിന്റ് അവിടെ കാണും. പ്രഷറിലാണെങ്കിൽ എന്ത് ചെയ്യും? ഒബ്ജക്റ്റിന്റെ പാറ്റേൺ അവിടെ കാണാൻ പറ്റും നമ്മൾ, ആ ടൈപ്പ് ഓഫ് അബ്രേഷൻ. പിന്നെ റിപ്പയർ ആൻഡ് ഹീലിംഗ് നോക്കുക. അബ്രേഷനിൽ ജസ്റ്റ് എന്താ? സ്ക്രാച്ച് മാത്രമല്ലേ ഉള്ളൂ. മെയിൻലി ഓൾ ടൈപ്പ് ഓഫ് ഇഞ്ചുറീസിന്റെ ഏതാണോ ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ട് മാത്രം ചോദിക്കുക, അബ്രേഷൻ ആയിട്ട് മാത്രം ചോദിക്കുക. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ എഴുതുക.
എന്തൊക്കെ ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ അബ്രേഷനാണെങ്കിലും സ്ക്രാച്ച്, ഗ്രേസ് എല്ലാം പറഞ്ഞില്ലേ, പാറ്റേൺ, ഇംപ്രഷൻ, ഇംപ്രിന്റ് ഒക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടൈപ്സ് എഴുതുക. പിന്നെ എല്ലാത്തിനും കൂടെ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് എഴുതുക. എങ്ങനെയാണ് സൈറ്റ് ഓഫ് കോൺടാക്ട് വിത്ത് ആൻ ഒബ്ജക്റ്റ് അറിയാം, മാനർ ഓഫ് കോൺടാക്ട്, എങ്ങനെയാണ് വെപ്പൺ യൂസ് ചെയ്ത, നേച്ചർ ഓഫ് ക്രൈം എന്തായിരിക്കും, ടൈം ഓഫ് ക്രൈമിനകത്ത് ഏജ് ഓഫ് അബ്രേഷനിൽ നിന്ന്, അതായത് ഇത് എങ്ങനെയാണ് റിപ്പയർ ആൻഡ് ഹീലിങ്, ആ വോണ്ട് നമ്മൾ കാണുവാണെങ്കിൽ ഏത് ക്രൈമാണ് എത്ര ദിവസം മുമ്പ് നടന്നതെന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രേക്കേജ് ഓഫ് ടിഷ്യൂസ് കാണില്ല, എക്സ്ട്രാ വാസ്കുലർ കളക്ഷൻ ഓഫ് ബ്ലഡേ കാണുള്ളൂ, leaked from the blood vessels damaged by mechanical impact of blood force without loss of continuity of tissues. അതാണ് നമ്മൾ കൺഫ്യൂഷനിൽ നോട്ട് ചെയ്യേണ്ടത്. എന്താണ് വിത്തൗട്ട് ലോസ് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ടിഷ്യൂ. സൈറ്റ് എവിടെയായിരിക്കും, മെയിൻലി സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഓർ ഇന്റേണൽ വിസ്റ. എക്കിമോസിസ് ലൈക്ക് എക്കിമോസിസും പെറ്റിക്കി ഒക്കെ എന്ത് തന്നെയാണ് കൺഫ്യൂഷന്റെ അതർ ടൈപ്സ് ആണ്. കൺഫ്യൂഷൻ സ്മോളർ ദാൻ ഫ്യൂ മില്ലിമീറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത് എക്കിമോസിസ്. പെറ്റിക്കി എന്ന് പറഞ്ഞാൽ പിൻ പോയിന്റ് കൺഫ്യൂഷൻസ് resulting from the congested capillary. Pinpoint contusions-നെയാണ് പെറ്റിക്കി. എക്കിമോസിസ് ഫ്യൂ മില്ലിമീറ്റേഴ്സിനേക്കാളും കുറവുള്ളത്. Then percolated and come out bruise. Percolated എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി ഹാപ്പൻ ചെയ്യുന്ന ബ്ലഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു സ്ഥലത്തായിരിക്കും, അതിന് സറൗണ്ടഡ് ഏരിയയിലായിരിക്കും, റിമോട്ട് ഏരിയസിലായിരിക്കും എന്ത് ചെയ്യുക ബ്രൂയിസ് കാണാം. അതായത് നീലിച്ച് കിടക്കുന്ന പോലെ കാണാം, ബ്ലഡ് കട്ടയായിട്ട് കിടക്കുക. അതാണ് എന്ത് പുറത്തോട്ട് വരുന്നില്ല, ബ്രേക്ക് ചെയ്തിട്ട് ടിഷ്യൂ. അങ്ങനെയാണ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. കം ഔട്ട് ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ഒറ്റ അടി കിട്ടിയായിരിക്കും ഇപ്പോൾ, പക്ഷെ അപ്പോൾ ഒന്നും കാണില്ല കളറ്. കുറച്ച് നാളിന് ശേഷം ഒരു 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും അവിടെ നീലിച്ച് കാണുന്നത്. ഓക്കെ, ഡീപ്ലി സിറ്റുവേറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മാനിഫെസ്റ്റ് എക്സ്റ്റേണലി ഒൺലി ആഫ്റ്റർ സെവറൽ അവേഴ്സ് ഓർ ഡേയ്സ്. ഇതിന്റെ കേസിൽ കളർ ചേഞ്ച് വരുന്ന എന്തുകൊണ്ടാണ്, ഹീമോലൈസിസ് സംഭവിക്കുന്നു RBCക്ക്. അപ്പൊ ഹീമോസിട്രിൻ, ഹീമോറ്റോയിഡിൻ, ബിൽറുബിൻ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഇവോൾവ് ചെയ്യുമ്പോൾ ഓരോ കളറിൽ കാണാൻ പറ്റും കളർ ചേഞ്ച്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന എന്താ, ബ്രൂയിസും പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ബ്രൂയിസ് എന്തായിരിക്കും, റപ്ചർ ഓഫ് വെസൽ ഉണ്ട്, മറ്റേതിൽ കളക്ഷൻ കൂളിംഗ് ഓഫ് ബ്ലഡ് മാത്രമേ ഉള്ളൂ. ബ്രൂയിസ് ആകുമ്പോൾ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി ആകുമ്പോൾ എന്തായിരിക്കും, ഡിപെൻഡന്റ് പാർട്സിൽ മാത്രം. ബ്രൂയിസ് എലിവേറ്റഡ് ആയിരിക്കും, മറ്റേത് നോട്ട് എലിവേറ്റഡ്. ഓക്കെ, ബ്രൂയിസിന്റെ കേസിൽ ഇൻസിഷൻ നമ്മളൊരു മാർക്ക് ഇടുവാണെങ്കിൽ അതിൽ നിന്ന് ബ്ലഡ് വാഷ് ഔട്ട് ചെയ്യും, ബ്ലഡ് വാഷ് ഔട്ട് ചെയ്യത്തില്ല. മറ്റേതിലാകുമ്പോൾ ഈസിലി വാഷ്ഡ് ഔട്ട്. ഓക്കെ, ലാസറേഷൻ ഓൾറെഡി ടോൾഡ് ദാറ്റ് എന്താ, ലെങ്ത്തും വിഡ്ത്തും ഡെപ്തും ഉള്ള ഇഞ്ചുറിയാണ് ലാസറേഷൻ. ദർ ഈസ് എ ടിയർ ഓർ റപ്ചർ ഓഫ് സ്കിൻ ഓർ ഡീപ്പർ ടിഷ്യൂസിൽ ഹാപ്പൻ ചെയ്യാം, ഓർ ബോത്ത് ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ബ്ലഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, കോസസ് സ്പ്ലിറ്റിംഗ് വരെയുണ്ട്. ടൈപ്സ് സ്പ്ലിറ്റ് ലാസറേഷൻ, സ്ട്രെച്ച് ലാസറേഷൻ, ഗ്രൈൻഡ് ലാസറേഷൻ ആൻഡ് കംപ്രഷൻ ഫോഴ്സ്. ഓക്കെ, ആൻഡ് സ്പ്ലിറ്റ് ഓരോന്നും നിങ്ങൾ നോക്കുക. സ്ട്രെച്ച് എങ്ങനെയാണ്, സ്ട്രെച്ച് വാക്കിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം, എന്താ സ്കിൻ ഗെറ്റ് സ്ട്രെച്ച്, അങ്ങനെ വരുമ്പോഴാണ് സ്ട്രെച്ച് ലാസറേഷൻ ഉണ്ടാകുന്നത്. സ്പ്ലിറ്റ് ആകുമ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, കോമൺ സൈറ്റ് സ്പ്ലിറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും, ബോണി പ്രൊമിനൻസ് അടിയിലുള്ള കേസിലാണ് സ്പ്ലിറ്റ് ലാസറേഷൻ വരുന്നത്. ഇപ്പൊ ഫോർഹെഡിലൊക്കെ ആണെങ്കിൽ, സ്കാൽപ്പിലൊക്കെ ആണെങ്കിൽ സ്പ്ലിറ്റ് ലാസറേഷൻ വരാം. ലോവർ ജോ, ഷിൻ എല്ലാം ഇല്ല, കാലിലൊക്കെ ലോവർ ലിംബ് അങ്ങനെ. ഓക്കെ, ഗ്രൈൻഡ് ഓർ അവൾഷൻ ഇഞ്ചുറി എന്ന് പറയാം. അവൾഷൻ ഇഞ്ചുറി ഇസ് എ ടൈപ്പ് ഓഫ് ലാസറേറ്റഡ് ഇഞ്ചുറി. ഓക്കെ, അണ്ടർലൈൻ ടിഷ്യൂന്ന് സെപ്പറേറ്റ് ചെയ്യും സ്കിന്ന്. പിന്നെ കട്ട് ലാസറേഷൻ, ജസ്റ്റ് കട്ടിങ് ആക്ഷൻ ഓഫ് എ വെപ്പൺ, ഷാർപ്പ് അല്ലാത്ത ഒരു വെപ്പൺ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ലാസറേഷൻ, അതായത് ബ്രോക്കൺ ഗ്ലാസ് പീസ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ കട്ട് ടൈപ്പ് ഓഫ് ലാസറേഷൻ. ടിയർ എന്ന് പറഞ്ഞാൽ എന്താ, ടിയറിംഗ് ഓഫ് ടിഷ്യൂസ് ഡ്യൂ ടു ഷാർപ്പ് ഫോഴ്സ്. സോ ഇറ്റ് ഈസ് ഓൾസോ മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് ഈസ് ലൈക്ക് ദാറ്റ്. ഇൻസിഷൻ മീൻസ് വാട്ട്, it is a clean cut separation of skin or deeper tissues caused by sharp cutting edge of an object without loss of substance. ഇവിടെ എന്താണ്, ലോസ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അകത്ത് മാത്രം. ബ്ലേഡിങ് കാണും, ബ്ലേഡ് ഫ്രീലി ആസ് ബ്ലഡ് വെസൽസ് ആർ ക്ലീൻലി കട്ട് ചെയ്യുന്നുണ്ട്, നല്ല ബ്ലീഡിങ് ആണ്. ടിഷ്യൂസോ അങ്ങനത്തെ അതൊന്നും നമുക്ക് പുറത്തോട്ട് പറ്റില്ല, ഒരു ജസ്റ്റ് ഒരു കട്ട് പോലെ. ഓക്കെ, ഡീപ്പർ ആൻഡ് ഷാലോ. ആദ്യം ഡീപ്പായിരിക്കും, പിന്നെ എന്തായിരിക്കും, ടെയിലിംഗ് ഉണ്ടാവുന്നില്ലേ, ഷാലോവർ ടുവേഴ്സ് ദ എൻഡ്. സ്ട്രെയിറ്റ് ആയിരിക്കും, അത് ഇവേർട്ടഡ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കും. ഓക്കെ, എഡ്ജസ് ഇവേർട്ടഡ് ആയിരിക്കും, ക്ലീൻ കട്ട് ആയിരിക്കും. ചോപ്പ് വൂൺസ് ആക്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രാക്ടിക്കലിലും ചോദിക്കുക. ആക്സ് എല്ലാം വെച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് വൂണ്ട് ആണ് ചോപ്പ് വൂൺസ്, കമ്മിങ് അണ്ടർ ഇൻസൈസ്ഡ് ടൈപ്പ് ഓഫ് വൂണ്ട്. ഓക്കെ, then 2 types are there, chop wounds and lacerated looking incised wound, and its healing is also studied. Medical legal same one. Then stab wound means what, puncture wound. Okay, piercing wound due to a sharp object, piercing. It is of 3 types, penetrating, perforating and incised stab wound. Penetrating means just to terminate the tissues. Perforating means to surface wound. In case of bullet etc., if bullet is passed into the body and it passing out, so an entry and exit wound is there. Okay,
So stab wound is mainly three types. Then incised stab wound start as an incised wound and end as a stab wound. Medical legal importance is same for all type of injuries. You can write the same medical legal importance like nature of injury, cause of death, what type of weapon is used, and the time of since the injury occurred, from the age of injury, etc. can be calculated. And fracture is also coming under the injury. Again, stick fracture, simple and closed fracture, that is not much important. Then thermal injuries, there may be due to what cold and heat. Both these are thermal death due which result of effects of systemic or localized exposure to excessive heat or cold is classified under the thermal injury. Hypothermia generally temperature of less than 35 degrees. Okay. Then autopsy findings, we can see the terms like frostbite, trench foot, and immersion foot. Frostbite mainly is exposure to freezing cold, like minus 2.5 degrees Celsius. Then trench foot means 5 to 8 degrees Celsius exposure. Only blisters are found. In case of what frostbite, necrosis and infection of the peripheral, this may be fallen off. Okay. Then hyperthermia, several terms like heat cramps, minus burns, heat exhaustion, heat stroke is there. So burns is important in the thermal injury. Always from burns questions are asking. Okay. The classification of burns and the rule of nine, etc. Rule of nine, you only study the parts, and for every 9% of whole body surface is there, and only foot and area 1%. And head, neck, that parts only you want to by heart. Now you write the 9%, that is rule of 9 according to the body surface area, how the burn is happening. Then several classification by Dupuytren's, Brass and Wilson's are there. This also you want to, so under thermal injuries, more chances to asking this burns. Okay. Then the difference between antemortem and postmortem burns may be asked, like that is how we can say line of redness is present, we can say that it is a antemortem. Okay. Then not present, vesicles are present in antemortem means serous fluid is there, and postmortem air. After that, if we are creating a burned air, then only air is present there. But at the time of death, the burns, there is life, and after that, due to this burns, the death is happened. The vesicles are produced in a live condition. Okay, so that the serous fluid is present. And soot particles will be present in antemortem and postmortem. And medical legal aspects of injury means mainly legally for section 44 IPC is denoting the injury. Okay. Then hard case defined in section 319 is legal procedures or IPC sections you just read. Then general introduction of weapons also there. Dowry death. Now it is a present situation, it is very important. So it is chance to ask, okay, dowry death. Dowry death is dealt in the IPC section 304B IPC. Its definition is given there. There is also one act called what Dowry Prohibition Act 1961. It is amended in 2018, and in the second session there are total 10 sections in this act. The second section defining about the dowry. Okay, this dowry death is dealt with. This IPC section you want to remember. And imprisonment for be only less, not less than 7 years, but that may extend to imprisonment for life also. So mainly within the 7 years of her marriage, if any cruelty has happened from the what husband or relatives, and it may lead to the death of such woman, it may be included under the dowry death. Then 498A IPC, 498A IPC also, that is a husband or relative of husband subjecting her to cruelty, and here also imprisonment for 3 years term is given. So its medical legal importance also not. Police should act, that is if any death, no delay should be there. No lag, if any dowry death is happened, the police officer should inform the superior officers immediately. Then asphyxial death, it is an important topic. You should thoroughly study about the asphyxial death. Okay, causes of asphyxia already know. There are several terms like external respiratory orifice closure leading to smothering. Then hanging, etc. What happens? Pressure on neck is there, strangulation, throttling. Then occlusion of air from within, choking is happening. If any foreign body during what eating, etc., food taking, etc. happen in case of choking. Then suffocation, like lack of oxygen. Okay.
So mainly hanging, strangulation, suffocation, and drowning. Then vicious cycle of asphyxia is important. Mainly asphyxia is leading to anoxia. Then suffocation means what type of mechanical asphyxia? There are terms like what gauze cap you should remember. Okay, go G means gagging. That is a soft cloth is introduced into the mouth. Then overlying means infant. In case of infants with adults sharing the same bed. Then smothering means what mechanical occlusion of mouth and nose. Example: plastic bag suffocation, glue stiffening, etc. Okay. In case of sexual asphyxia, this plastic bag suffocation is there. Then choking already told. Traumatic asphyxia means what? Crush asphyxia, compression asphyxia in case of earthquake, etc. Working means combination of smothering and traumatic asphyxia is there in case of working. In cafe coronary, it is a misnomer, not a cardiac disease, only a mechanical obstruction. Okay. Hanging, 10 mark questions may be asked. So, construction of the neck as a result of suspension of the body by ligature. Here, the weight of the body and in the constricting force. Force എങ്ങനെയായിരിക്കും immediate ആയിട്ട് airway occlusion, vascular condition, cardiac arrest due to vagal, delayed cause infection or hypoxia to brain വരാം. കംപ്ലീറ്റ് ഹാങ്ങിങ്ങും പാർഷ്യൽ കംപ്ലീറ്റിലാണെങ്കിൽ എന്താണ് ടച്ചിങ് ദ ഗ്രൗണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് കൊണ്ട് തന്നെയാണ് വരുന്നത് പാർഷ്യലിലാണെങ്കിൽ ബോഡി ടച്ച് ചെയ്യും താഴെ ടിപ്പിക്കൽ ഹാങ്ങിങ് എവിടെയായിരിക്കും നോട്ട് ഓസിപ്പിറ്റിൽ മുകളിലായിരിക്കും ടിപ്പിക്കലിലാണെങ്കിൽ ഏത് സൈഡ് ഓഫ് നെക്കിലായിരിക്കും നോട്ട് എങ്ങനെയായിരിക്കും നമ്മൾ വിക്ടിം ഇപ്പം ഹാങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺ അപ്പയർ ചെയ്യുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും റിംഗിങ് ഇൻ ഇയേഴ്സ് ബ്ലറിംഗ് ഓഫ് വിഷൻ അങ്ങനെയാണ് ഫാറ്റൽ പീരീഡ് 3 to 5 മിനിറ്റ്സിനുള്ളിൽ ഡെത്ത് സംഭവിക്കാം പിന്നെ പോസ്റ്റ്മോർട്ടം ഫീച്ചേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഹാങ്ങിങ്ങിൽ എക്സ്റ്റേണലി ലീഗേജർ മാർക്ക് കാണാൻ നോട്ടിന്റെ പൊസിഷൻ എങ്ങനെയാണ് അതല്ല ഇത് ഫേസ് എല്ലാം എങ്ങനെയായിരിക്കും ആസ്ഫിക്സിയൽ ഡെത്ത്സിൽ ജനറൽ ആയിട്ട് ഫേസ് കൺജസ്റ്റഡ് പഫ്ഡ് അപ്പ് ആൻഡ് ബ്ലൂയിഷ് ആയിരിക്കും ബ്ലഡ് ഫ്ലോ തരുന്ന മൗത്ത് കാണാം പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി ഓൺ ഡിപെൻഡന്റ് പാർട്സ് ഇന്റേണൽ ഫീച്ചേഴ്സിൽ എന്ത് കാണാം ഹാങ്ങിങ്ങിൽ ഫ്രാക്ചർ ഓഫ് തൈറോയ്ഡ് ബോൺ or abduction fracture. Medico-legal aspects like suicidal, accidental and homicidal or lynching, etc. can be seen. This is the strangulation. Strangulation is the constriction of neck by a ligature without suspending the body. Okay, ligature is used. Throttling and manual strangulation is there. The types of ligature strangulation, penstola, mugging, garroting, and like that. Then difference between hanging and strangulation may be asked. It's also one 5-mark question. Drowning is also important. That is partial or submersion of person in fluid medium. Fluid entering into the air passages may lead to death. Okay, asphyxial death. That is included under the drowning. Then fatal period, and this you should thoroughly study difference between fresh water and sea water. Then the autopsy findings like external and internal. What is the autopsy findings? We can see in the drowning cases. This bold things you want to notice: emphysema, person, plateaus, hemorrhage, like that. Then difference between what antemortem drowning and postmortem submersion is noted. Tests like a diatom test and Gessler or a test. Then in the case of this topic, infanticide is more important. Then artificial insemination may be asked. Abortion is also important. Battered baby is asked. Okay. In previous year question papers, battered baby is also asked. Then infanticide, unlawful destruction below 1 year. Okay. In battered baby means what? Repetitive physical injuries inflicted by the parent on a child. Okay. Then importance and sterility, not much important. This artificial insemination may be asked. Okay. Then you should go through it, how the consent precautions by a doctor while doing the artificial insemination. Okay. Then the abortion also what MTP Act is important, 1971, age of woman. Then termination of pregnancy up to 20 weeks we can conduct the abortion, up to 20 weeks only. Below 12 weeks, opinion of a single doctor is there, and between 12 to 20 weeks, 2 doctors' opinion is there. There are 2 types of like what natural and artificial. And sexual offences also you should cover. The certain buggery, etc. Certain 3-mark questions can be asked, like incest. Rape is more important in case of sexual offense. The victim examination of a rape, how it is conducted, like that is asking as a 10-mark question. Okay. And incest, the short terms like transvestism, sexual, that is here it is noted that sexual perversions like sadism,
masochism, this may be asked. Unnatural offenses like what? Sodomy, that is also known as buggery. Okay, anal intercourse is the sodomy or buggery. So everyone, you should remember what is that term indicate, and you write. Okay. Adultery. Then forensic psychiatry, the Mental Act, Health Act 1987, and the IPC sections you want to know. This is also asked in the previous question. Forensic Science Laboratory. Central Forensic Life Science Laboratory. What is it? What is the definition of it? Okay. Then how many types are there? Central, state, and mini local. And central FSL, biological science, chemical science, where it is field, etc. or not. Okay. So other features you can study just like what in case of um, I think that in case of that Ayurvedic topics, you want to go for that is Pranabhisara Lakshanas, maintenance of records, that much not asking in the question examination. Pranabhisara, it is explained in the Charaka Samhita, you want to go. When we are writing an Ayurvedic Chaturvimshati Upakramas are important in case of 20 mark question, and Sarpa Lakshanas are also important, Vega Lakshanas of Sarpas like that. Okay. So, yogas are also maybe asking Vilvadhyagada. Main yogas you want to study Vilvadhyagada, Lotus Vidyadhyagada, like that. Then Rushi or Gara. Definite question will be there from Rushi Visha or any Gara. Okay, maybe there in case of Ayurvedic question. Then in case of poisoning, aconit, like poisoning, opium poisoning, or nicotine poisoning, then may be asked. So main topics you want to cover from toxicology only. Not much is phosphorus, non-metallic poisons like phosphorus are asking. Uh, Kerosene poisoning, phosphorus, metallic poisons like mercury poisoning or lead poisoning. That's maybe asked. For every point, just to know about what is the general things. Okay, important things you want to study from toxicology only, and Gara or Shivisha from Ayurvedic topics. And I think that if any doubts, you can ask me personally. I think that we can conclude it. It is taking 1.5 hours. Okay. Okay, I can stop it. If any doubts, hello, Swati. Hello. Hello. ചേച്ചി ആ ഓക്കെ ഓക്കെ കേൾക്കാവോ? ആ എനിക്ക് കേൾക്കാം. തോന്നുന്നു സമയം കൂടുതലായെന്ന് തോന്നുന്നു. നമുക്ക് അത്രയും പറയാൻ പറ്റില്ല അതില്. അതാണ്. ഓക്കെ ആ ഓക്കെ. കുഴപ്പമില്ല. എന്നാ പിന്നെ അവസാനിപ്പിക്കല്ലേ? ഓക്കെ ഓക്കെ ആ അവസാനിപ്പിക്കാം. ഓക്കെ ശരി. ഞാനിപ്പോ ഇറങ്ങുവാണ് കേട്ടോ. ഓക്കെ.